Vast majority of breast cancers are curable. That is good to know. 85-90% of breast cancers correct time il kandupidicha. Cancer is a hereditary genetic disease, but only 5-10% of cancers are hereditary. Smoking causes 20 types of cancers. Alcohol use causes 20 types of cancers. Biopsy. FNAC എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നീഡിൽ കടത്തി മുഴയ്ക്കകത്തോട്ട് കടത്തി വിട്ടിട്ട് കുറച്ച് കോശങ്ങൾ സെൽസ് മൈക്രോസ്കോപ്പിനടിയിൽ നോക്കും. ബ്രസ്റ്റ് ക്യാൻസർ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ, ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ വണ്ണമുള്ളൊരു നീഡിലെടുത്ത് ബയോപ്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം. All right, doctor, thank you for coming here, joining us in this conversation. We've been having a wonderful conversation off camera. Hopefully, ക്യാമറയുടെ മുമ്പിലും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. താങ്ക് യു നോയില, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ അയക്കാനും നിങ്ങളോടൊക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി നോയിങ് യു, ഗെറ്റിംഗ് ടു നോ യു. Yeah, so you know a lot about me now, but I'll give a little bit information about me to the people also. എനിക്ക് സയൻസ് ആയിട്ട് മെഡിസിൻ ആയിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു. Then I think I'm the right person. ഞാൻ 10th കഴിഞ്ഞിട്ട് എൻ്റെ സയൻസ് ബുക്കും അടച്ചു വെച്ചിട്ട് ഇപ്പൊ എവിടെയാ സാധനം എന്ന് എനിക്കറിയില്ല. ഞാനത് അങ്ങോട്ട് പോവാനും എനിക്ക് ഇഷ്ടമല്ല. ഇതാരും കേൾക്കത്തില്ലല്ലോ, ഞാനൊരു സീക്രട്ട് പറയാം. ഞാൻ കുറച്ചാളായിട്ട് ബുക്കെല്ലാം അടച്ചു വെച്ചിരിക്കുന്ന. Okay, so I don't know much about the subject, that is why we have you. So I'm going to ask you very basic normal questions. നമുക്കൊന്നും നമുക്കത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും. സോ യു ഹാവ് ടു സിംപ്ലിഫൈ ഇറ്റ് ഫോർ us. തീർച്ചയായിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാൻസർ? ദാറ്റ് ഈസ് വളരെയധികം ടഫ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം ഈ ക്യാൻസർ എന്താന്നുള്ളൊരു ചോദ്യം നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഹ്യൂമൻ റേസ്, മനുഷ്യരാശി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതെങ്ങനെ നൂറ്റാണ്ടുകളിൽ നിന്ന് അറിയാവുന്നതെന്ന് അറിയാമോ? ഈ ഈജിപ്തിലെ മമ്മിയുണ്ട്, ഫറോന്റെ മമ്മിഫൈഡ് ബോഡി, അത് തപ്പി പിടിച്ചെടുത്ത് ഒരു CT സ്കാനറിനകത്തൂടെ കടത്തിവിട്ട് നോക്കിയപ്പോൾ ഇതാണ്ട് മമ്മിക്കകത്തും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഈ അസുഖം പലരും പറയും, ഇന്റർനെറ്റിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇത് ആധുനിക കാലത്തിന്റെ അസുഖമാണ്, പ്രശ്നമാണ്, ഇന്നത്തെ ആ ഫുഡിന്റെ പ്രശ്നമാണ്, പണ്ടൊന്നും ഇതില്ലായിരുന്നു. ചുമത നൂറ്റാണ്ടുകൾ മുതൽ ഉള്ള രോഗമാണ് ഈ ക്യാൻസർ. അന്ന് മുതൽ ആളുകൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ നാൾക്ക് നാൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയിലെ ഷിക്കാഗോ എന്ന് പറഞ്ഞ സിറ്റിയിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക, എല്ലാ വർഷവും നടക്കുന്ന. അവിടെയാണ് ഏറ്റവും കട്ടിംഗ് എഡ്ജ് സയൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന കോൺഫറൻസിലെ ടോപ്പിക്സേ അല്ല ഇപ്പോൾ, അത്രയ്ക്ക് പെട്ടെന്ന് ശാസ്ത്രം പുരോഗമിക്കുന്നത്. അപ്പോൾ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കിയ ക്യാൻസർ അല്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പുസ്തകങ്ങൾ മാറ്റി. അതുകൊണ്ട് ഞാൻ തമാശ രീതിയിൽ പറഞ്ഞെങ്കിലും ഞാൻ പുസ്തകങ്ങളൊക്കെ അടച്ചു. കാരണം ഇപ്പൊ നമ്മൾ ജേർണൽസ്, ഓൺലൈൻ മീഡിയയിലൂടെയുള്ള അറിവ്, ടെക്സ്റ്റ് ബുക്സ് ഔട്ട്ഡേറ്റഡ് ആയി. ഈ ടെക്സ്റ്റ് ബുക്സ് എഴുതി വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എഴുതിയത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ആധികാരികമായിട്ടുള്ള ലോകത്തെ എല്ലാവരും ഉപയോഗിക്കുന്ന ഇത്രയും തടിയൻ പുസ്തകത്തിനകത്ത് 2 എഡിഷൻ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. ചാപ്റ്റേഴ്സ് 2016 എഴുതിയ സാധനം ഫസ്റ്റ് 23rd എഡിഷനായിട്ട് അങ്ങോട്ട് വന്നത് 2019, 3 വർഷം എടുത്തു. ഞാൻ 2020 എഴുതിയ ചാപ്റ്റർ എൻ്റെ കയ്യിൽ ബുക്കായിട്ട് അമേരിക്കയിൽ നിന്ന് അയച്ചു വന്നത് 2023, 3 വർഷം. പക്ഷെ ഇതിനിടയ്ക്ക് പേഷ്യൻസ് ഉണ്ട്, രോഗം വരുന്നുണ്ട്, ഇതിനിടയ്ക്ക് ശാസ്ത്രം പുരോഗമിക്കുന്നുണ്ട്. സോ ഔട്ട്ഡേറ്റഡ് ആയി പോകും. സോ ടെക്സ്റ്റ് ബുക്സ് എപ്പോഴും നമുക്കൊരു ബേസിക് ഇൻഫർമേഷൻ കിട്ടാൻ നല്ലതാണ്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകൾ യൂസ് ചെയ്യേണ്ടത് ജേർണൽസ്. എനിവേ, നമ്മൾ കുറച്ച് ഡൈവേർട്ടായി. ക്യാൻസർ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അനിയന്ത്രിതമായി വളരുന്ന രോഗം, കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുണ്ട്, സെൽസ് ഉണ്ട്. ആ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് അനിയന്ത്രിതമായിട്ട് വളരുക എന്നുള്ളൊരവസ്ഥ, അതാണ് ക്യാൻസർ. അതിപ്പോ ഏത് അവയവങ്ങളിൽ നിന്നും വരാം. ലിവറിൽ നിന്ന് വരാം, ലങ്സിൽ നിന്ന് വരാം, ബ്രസ്റ്റിൽ നിന്ന് വരാം. കാരണം ബ്രസ്റ്റിനകത്ത് കോശങ്ങളല്ലേ, സെൽസാ. അപ്പോൾ ബ്രസ്റ്റിനകത്തുള്ള സെൽസ്, അതിന്റെ ലൈനിങ്, അതൊക്കെ അനിയന്ത്രിതമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് വളരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും. ഓർ ഇൻ അതർ വേർഡ്സ് cancer ഉണ്ടാവും. So cancer is an uncontrolled growth of cells. That you put it very simply. Yeah. Okay. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇത് എന്തുകൊണ്ട് ഗ്രോ ചെയ്യുന്ന അറിയത്തില്ല പലപ്പോഴും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. So how is breast cancer different from other cancers? I mean, it is one thing, only females നെ ഉണ്ടാവുന്ന ഒരു ക്യാൻസർ ആണ്. What are the other differences? Noila, very good question. എന്തുകൊണ്ടാണ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ.
ഇപ്പൊ നോയില പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഇസ് എ വെരി യുണീക് ക്യാൻസർ. അല്ല, എന്താണ് വ്യത്യാസം? ഒരു ശരിയാണ്, ഫീമെയിൽസിൽ മാത്രം ഉണ്ടാകുന്ന ക്യാൻസറാ. തെറ്റ് അല്ല. സോ നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെ മിത്ത് നമ്മൾ എക്സ്പോസ് ചെയ്യുക. താങ്ക് യു നോയില. That is breast cancer is not a disease only of females. എന്തുകൊണ്ട്? ബ്രസ്റ്റ് ഫീമെയിൽസിനെ ഉള്ളൂ, മെന്നിനും ബ്രസ്റ്റ് ഉണ്ട്. പ്രായമാകുന്ന അപ്പച്ചന്മാർക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഉണ്ട്. പക്ഷെ ചെറുപ്പത്തിലും ഉണ്ട് ബ്രസ്റ്റ്. യങ് ടീനേജ് ബോയ്സിന് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും പ്യൂബർട്ടിയിലെ ചേഞ്ചസിൽ. എസ്ട്രജൻ ഹോർമോൺ, ഫീമെയിൽ ഹോർമോൺ, ഫീമെയിൽസിനുള്ളോ? മെന്നിനും ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് ഡിഫറെന്റ്. ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാർക്കും ഉണ്ടാകാം, സ്ത്രീകൾക്ക് മാത്രമല്ല. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാർ അറിയാതെ പോകുന്നു, ചിന്തിക്കാതെ പോകുന്നു. ബിക്കോസ് ലൈക്ക് യു സെഡ്, നോയില പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്നുള്ളൂ. പുരുഷന്മാർക്ക് ബ്രസ്റ്റിലോ ചെസ്റ്റിലോ, ബ്രസ്റ്റ് എന്ന് വിളിക്കത്തില്ല, പുരുഷന്മാർക്ക് ചെസ്റ്റ് എന്നാ പറയുന്നത്, ബ്രസ്റ്റ് എന്ന് വിളിക്കത്തില്ല, സെൻസിറ്റീവ് വേർഡായിരുന്നു. ചെസ്റ്റിൽ മുഴ വരികയാണെങ്കിൽ പലപ്പോഴും അത് അവഗണിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന്. അതേസമയം സ്ത്രീകൾ ബ്രസ്റ്റിൽ മുഴ വന്നാൽ അവരെ അവഗണിക്കത്തില്ല, അവരുടെ മനസ്സിൽ കാണും ഇത് ക്യാൻസറാ, പക്ഷെ they will not do anything about it. ചിലപ്പോ. പക്ഷെ കാലം മാറി. ഇന്നത്തെ കാലത്തെ സ്ത്രീകളൊക്കെ വളരെ പ്രോംപ്റ്റാ. പണ്ട് ഒക്കെ അവർ വെച്ചോണ്ടിരിക്കും, പക്ഷെ അവർക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്, പുരുഷന്മാരെ അറിയില്ല. ഇതുകൊണ്ട് തന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെന്നിനുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഹയർ സ്റ്റേജ് ആയിരിക്കും. ബിക്കോസ് ഡിലേഡ് ഡയഗ്നോസ് ചെയ്യാൻ കാലതാമസം വരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ചോദ്യം, ബ്രസ്റ്റ് ക്യാൻസർ ഡിഫറെന്റ് ആണോ കമ്പയർ ടു അതർ ക്യാൻസർ? ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ എല്ലാം ക്യാൻസർ തന്നെ. ഡിഫറെന്റ് ആകുന്നത് എങ്ങനെ? ഇതിനെ ചികിത്സിക്കുന്ന വിധങ്ങൾ ഡിഫറെന്റ്, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ ഡിഫറെന്റ്. We can come to that later, but before that ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു that what are its causes നമുക്കറിയില്ല. പക്ഷെ what are the main causes or എപ്പോഴും നമ്മൾ കാണുന്ന causes എന്താണ്? What would you say? ബ്രസ്റ്റ് ക്യാൻസറിന് ഉണ്ടാകാൻ സാധ്യത കോസ് എന്തൊക്കെയാണ്? നമുക്ക് അറിയാവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എസ്ട്രജൻ ഹോർമോണിന്റെ ഒരു ഹൈ ലെവൽ ഓഫ് എക്സ്പോഷർ വരുന്നു. അത് വരുന്നത് എങ്ങനെയുള്ള സ്ത്രീകൾക്ക്? ഏർലി മെനാർക്കി, പീരീഡ്സ് വളരെ ചെറുപ്പത്തിൽ ആരംഭിക്കുന്ന പെൺകുട്ടികൾക്ക്, അവർക്ക് പീരീഡ്സ് എൻഡ് ചെയ്യുന്നതും വർഷങ്ങൾക്ക് ശേഷം 50 വയസ്സിന് ശേഷമാകുന്നു എങ്കിൽ അവർക്ക് അതിനിടയ്ക്ക് പ്രഗ്നൻസി ഒന്നും ഉണ്ടായിട്ടുമില്ല. ഈ പ്രഗ്നൻസി വരുമ്പോൾ എന്തോ ഹോർമോൺ ഈസ്ട്രജനിൽ നിന്ന് മാറി പ്രൊജസ്ട്രോൺ വരുന്നു. അപ്പൊ കുറച്ചൊരു എസ്ട്രജൻ ഹോർമോൺ സ്റ്റേറ്റ് കുറയുന്നു. ഇതൊന്നും നള്ളിപ്പാരസ്, ഒരിക്കൽ പോലും ഗർഭം ധരിക്കാത്ത സ്ത്രീകൾക്ക്, ഏർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്, അപ്പൊ എസ്ട്രജൻ എക്സ്പോഷർ കൂടുകയാണ് അല്ലേ? 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അൺഇന്ററപ്റ്റഡ് ആയിട്ട് എസ്ട്രജൻ എക്സ്പോസ്ഡ് ആകുന്ന സ്ത്രീകൾക്ക് അത് കാരണം ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടാം. സോ ഹൈ എസ്ട്രജൻ സ്റ്റേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ കൂടും. വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിരിക്കുക. സോ ഒബീസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. ഒബീസിറ്റി, അമിതവണ്ണം. സ്ട്രെസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? ഒബീസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ. അതിനൊരു പാത്വേ ഉണ്ട്. സ്ട്രെസ് ഡയറക്ട്ലി ക്യാൻസർ ഉണ്ടാക്കത്തില്ല എന്ന് തോന്നുന്നു. 10 വർഷം കഴിയുമ്പോൾ പുതിയ സ്റ്റഡീസ് വരാൻ കേട്ടോ, ദാറ്റ് വിൽ സേ ഓക്കെ സ്ട്രെസ് ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് DNA ഡാമേജ് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ത്രൂ ഒബീസിറ്റി, സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗ്, ഞാൻ തന്നെ എനിക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇതൊക്കെ വലിച്ചു വരി തിന്നും. അല്ലാത്ത സമയത്ത് വളരെ സെൻസിബിൾ ആയിട്ടായിരിക്കും ഈറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് ക്യാൻ കോസ് ഓവർ ഈറ്റിംഗ്, ഒബീസിറ്റി, മെറ്റബോളിക് സിൻഡ്രോം, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂട്ടും. പിന്നെ ചില ആൾക്കാർക്ക് ഫെമിലിയൽ, പാരമ്പര്യമായി, ജനറ്റിക്, ഹെറിഡിറ്ററി ആയിട്ട് തന്നെ, പാരമ്പര്യമായിട്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് വരും. ഒരു 100 സ്ത്രീകളെ ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള സ്ത്രീകളെ കാണുകയാണെങ്കിൽ ഐ തിങ്ക് എനിത്തിങ് ലൈക്ക് 5%, 5% പാരമ്പര്യമായിട്ട് വരുന്നതാകാം. ഞാൻ വിചാരിച്ചത്, ഞാൻ ചെറുതായിട്ടൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ കമ്മിങ് ഫോർ ദിസ് ഇന്റർവ്യൂ. ഐ വാസ് ടോൾഡ് ദാറ്റ് genetics ആണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആൻഡ് യു ആർ നോട്ട് റോങ്. എങ്ങനെയാ യു ആർ നോട്ട് റോങ് എന്ന് ഞാൻ പറയാൻ കാരണം, ബിക്കോസ് ഓൾ ക്യാൻസേഴ്സ് ആർ ജനറ്റിക് ഡിസീസസ്. എല്ലാ ക്യാൻസറുകളും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ജനറ്റിക് ഡിസീസാണ്. കാരണം ജീനിൽ മാറ്റം ഉണ്ടാകുന്നു. ഒബീസിറ്റിയിലൂടെയോ എസ്ട്രജൻ എക്സ്പോഷറിലൂടെയോ നമ്മുടെ കോർ ജീൻസിൽ, നമ്മുടെ എൻജിനിൽ തകരാറ് വരുന്നു, എന്നിട്ട് ക്യാൻസർ ആകുന്നു. പക്ഷെങ്കിൽ ഈ എൻജിന് തകരാറ് വരുന്നത്, ഈ എൻജിൻ ഓടുന്ന സമയത്ത്, കാർ ഓടുന്ന സമയത്ത് എപ്പോഴേലും തകരാറ് വരാം.
അല്ല കാർ ഉണ്ടാക്കിയപ്പോഴേ ഡിഫക്റ്റ് ആയിട്ട് വരാം. Okay, yeah. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ജനറ്റിക് പ്രോബ്ലമാണ്, അതെ അതെ അതെ. രണ്ടും എൻജിൻ പ്രോബ്ലമാണ്. ഒന്ന് ഉണ്ടാക്കിയപ്പോഴേ ഡിഫക്റ്റ്, അതാണ് ഹെറിഡിറ്ററി. മറ്റേത് ത്രൂ ദ ലൈഫ് എക്സ്പോഷർ വരുന്നു. സോ ക്യാൻസർ ഇസ് എ ഹെറിഡിറ്ററി ജനറ്റിക് ഡിസീസ്, ബട്ട് ഓൺലി 5 to 10% cancers are hereditary. കുറച്ച് കോസസ് ദാറ്റ് യു ജസ്റ്റ് ടോൾഡ് us about, അതല്ലാതെ എനിക്ക് ചില കോസസ് അറിയാം. ആൻഡ് ഐ എം ഗോയിങ് ടു ആസ്ക് യു എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോക്കിംഗ് ഒരു വലിയൊരു കോസ് ആയിട്ട് മാറുന്നുണ്ട്. ഐ തോട്ട് സ്മോക്കിംഗ് ലങ്സിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുള്ളൂ, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ എ ലീഡിങ് കോൺട്രിബ്യൂട്ടർ to having breast cancer. Is that right? Am I right? അല്ല, ആക്ച്വലി നോട്ട് എൻറ്റയർലി റൈറ്റ്. Okay. ഈ മെഡിക്കൽ സയൻസിൽ നമ്മൾ ഓരോ കോസ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് പലപ്പോഴും. ഞാൻ എപ്പിഡമിയോളജി എന്ന് പറയുന്ന കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളത്, വിദേശത്ത് പോയി. അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ബ്രാഡ്ഫോർഡ് ഹിൽസ് ക്രൈറ്റീരിയ, സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ, ഡയറക്റ്റ് എവിഡൻസ്, ആനിമൽ എവിഡൻസ് ഉണ്ടോ, ബയോളജിക്കൽ പ്ലോസിബിലിറ്റി ഉണ്ടോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ കോസ് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ വലിയ സ്റ്റഡീസ് നോക്കുമ്പം സ്മോക്ക് ചെയ്തവരും സ്മോക്ക് ചെയ്യുന്നവരും തമ്മിൽ 3 മടങ്ങ് 3-fold അല്ലെ 10-fold റിസ്ക് ഫോർ ലങ് ക്യാൻസർ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്ട്രെങ്ത് ഉണ്ട് കോസിന്. പിന്നെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നാണ് ക്യാൻസർ വരുന്നത്. സോ സ്മോക്കിങ്ങിന് മുമ്പ് ക്യാൻസർ വരാറില്ല, സ്മോക്ക് കുറച്ചാൾ ചെയ്തിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഒരു കോസ്, ഒരു അസോസിയേഷൻ ഉണ്ട് ആദ്യമേ. പിന്നെ ബയോളജിക്കൽ പോസിബിലിറ്റി, ആനിമൽ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കുമ്പോൾ കുറേ ടൊബാക്കോ ഇട്ട് നോക്കുമ്പോൾ പിഗിന് അല്ലെങ്കിൽ എലിക്കുഞ്ഞുങ്ങൾക്ക് ലങ് ക്യാൻസർ വരുന്നു. ബയോളജിക്കൽ പോസിബിലിറ്റി ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനൊന്നും അത്ര സ്ട്രെങ്ത് ഇല്ല, സ്ട്രെങ്ത് ടൈനി ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് പലപ്പോഴും ഒരു എപ്പിഡമിയോളജിക്കൽ സ്റ്റഡിയുടെ ഒരു ഫാലസിയാണ്. കാരണം സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന വേറെ പ്രശ്നം എന്താ, സ്ത്രീകൾ സ്മോക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകാവുന്ന വേറെ പ്രോബ്ലം, ദേ മേ ഡ്രിങ്ക് ആൽക്കഹോൾ, they may have poor health lifestyle, lack of exercise, maybe obese. So ആ കോസസ് ആയിരിക്കും ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത്. സ്മോക്കിംഗ് ആണ് നമ്മളെ തെറ്റിദ്ധരിക്കുകയായിരിക്കും. സോ സ്മോക്കിംഗ് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഡയറക്റ്റ് അല്ല. ബട്ട് ഇതുപോലെ ഞാൻ അടുത്തിടെ ഞാനും സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, പൊല്യൂഷന് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഉണ്ടോ? ചെറിയ രീതിയിൽ. പക്ഷേ വി ഡോണ്ട് നോ മെക്കാനിസ്റ്റിക്കലി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതിന്റെ മെക്കാനിസം എന്താണെന്ന് അറിയത്തില്ല. ഈ മെക്കാനിസം കൂടെ അറിഞ്ഞാലേ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിൽ ചെറിയതായിട്ട് കാണും, പക്ഷെങ്കിൽ അത് ഡയറക്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇതുവരെ അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് പല പഠനങ്ങളും കാണും, സ്മോക്കിംഗ് കോസസ് 20 types of cancers, ആൽക്കഹോൾ യൂസ് കോസസ് 20 types of cancers. എല്ലാം ശരി തന്നെ, പക്ഷെങ്കിൽ എല്ലാം ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റഡ് ആണെന്നില്ല, വേറെ ഏതെങ്കിലും കുഴിയിലായിരിക്കും. നല്ല ക്യാൻസർ ഉണ്ടാക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. മൊബൈൽ ഫോണിന്റെ റേഡിയേഷനോ അല്ലെങ്കിൽ അതിന്റെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒന്നും ക്യാൻസർ കോസിംഗ് അല്ല. അപ്പൊ അതിനെപ്പറ്റി ഐ തിങ്ക് വി കെൻ തൽക്കാലത്തേക്ക് ആ ഒരു ചിന്ത മാറ്റി വേണ്ട. അല്ല, സ്ക്രീൻ യൂസും തമ്മിൽ സ്ക്രീൻ യൂസ് ഉള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മോശമാകാം. അതാണ് അതിന്റെ അൾട്ടിമേറ്റ്ലി നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസർ വരാം. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് തെറ്റിദ്ധരിക്കാൻ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ദർ ആർ തിങ്സ് ദാറ്റ് യു കൻ ഡു ടു റെഡ്യൂസ് യുവർ റിസ്ക്. പക്ഷേങ്കിൽ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ ക്യാൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് വരുന്നു, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ജസ്റ്റ് ബിക്കോസ് യു ആർ എ ഹ്യൂമൻ ബീങ് വരുന്നു. എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കും, ആക്ച്വലി സാധാരണ സ്ത്രീകൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ വരുമ്പോൾ ഹസ്ബൻഡ്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും മക്കൾക്കൊക്കെ ഭയങ്കര ആകാംക്ഷ, ഡോക്ടർ എന്തുകൊണ്ട് വന്നു? അതിന് എൻ്റെ ഉത്തരം, സിമ്പിൾ ഉത്തരം, മനുഷ്യൻ. എക്സാക്ട്ലി, നോയില, യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ആക്ച്വലി ബിക്കോസ് യു ആർ എ ഹ്യൂമൻ. It is so sad, പക്ഷെങ്കിൽ at the same time that's so unfair. if we are getting നമുക്കൊരു പനി വരികയാണ് അല്ലെങ്കിൽ നമുക്ക് കോൾഡ് ഉണ്ട്, മഴയത്ത് നനഞ്ഞു, അത് കാരണം നമുക്ക് ഇതിനൊരു കോസ് ഉണ്ട്. അല്ല, നോയില പറയുന്ന കാര്യം വളരെ ശരിയാണ്. കാരണം നമുക്ക് ഒരു രോഗം വരുമ്പം, എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് വരുവാണെങ്കിൽ ഞാൻ ഐ വിൽ തിങ്ക് ടു മച്ച്, എന്തുകൊണ്ട് ഇത് വന്നു, എന്താണ് ഇതിൻ്റെ പിന്നിൽ, നമ്മളിരുന്ന് ഡിസെക്ട് ചെയ്യാൻ നോക്കും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഗ്രീഫ്, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ, ക്യാൻസർ വരുന്ന രോഗികൾ, ഒട്ടുമിക്ക ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അവരവരുടെ ലൈഫ് ഡിസെക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് വന്നു, എൻ്റെ ഡയറ്റ് ആയിരുന്നു, ഞാൻ അന്ന് എക്സസൈസ് ചെയ്യാനുണ്ടോ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഡിസെക്ട് ചെയ്യാൻ നോക്കണ്ട. സോ ഐ ജസ്റ്റ് പുട്ട് ദം അറ്റ് ഈസ്. വന്നു, ഇനി ട്രീറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ട് ഇത് വന്നു ചിന്തിക്കണ്ട. പിന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഹെറിഡിറ്ററി ആണെങ്കിൽ, ബിക്കോസ് ദെൻ മക്കൾക്കോ സിസ്റ്റേഴ്സിനോ
അവർക്കൊരു ഹെൽത്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് അത് യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് നൗ ഓർ വി ക്യാൻ കം ടു ഇറ്റ് ലേറ്റർ? We can talk about Okay. it now. So ഒരു സ്ത്രീ വരികയെന്ന് വിചാരിച്ചു, ഒരു യങ് ലേഡി, രമ്യ ഫോർ ഇൻസ്റ്റൻസ്. രമ്യ കംസ് ടു മീ. രമ്യക്ക് 45 വയസ്സ്, ബ്രസ്റ്റ് ക്യാൻസർ. രമ്യ അടുത്ത് ഞാൻ ചോദിക്കും, രമ്യ ഒരു ഇമാജിനറി നെയിം ആട്ടോ, രമ്യ ഇല്ല, ഓക്കെ, ഇമാജിനറി നോ ബന്ധംസ് വിത്ത് എനി ഓഫ് മൈ പേഷ്യൻസ്. സോ രമ്യ 45-year-old വരുന്നു, ക്യാൻസർ വന്നു. രമ്യയുടെ അടുത്ത് ഞാൻ ചോദിക്കുക, രമ്യയുടെ ഫാമിലിയിൽ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു? ഇല്ല. അമ്മയുടെ സഹോദരിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ? ഇല്ല. അമ്മയുടെ സഹോദരന്? യെസ്, അമ്മയുടെ സഹോദരന് ക്യാൻസർ ഉണ്ടായിരുന്നു. എന്ത് ക്യാൻസർ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും ക്യാൻസർ? അമ്മയുടെ സഹോദരൻ്റെ മകൾക്ക് ഓവറിയിൽ ക്യാൻസർ വന്നു. പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പോൾ ഒരു 2 ജനറേഷൻ മേളിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു. പിന്നെ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു. അതിൻ്റെ താഴെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു. നൗ ഷീസ് ഗോട്ട് ബ്രസ്റ്റ് ക്യാൻസർ. സോ ദാറ്റ് റിങ്സ് എ സസ്പീഷൻ ടു മീ. എൻ്റെ മനസ്സിലപ്പം ഒരു ബൾബ് കത്തും, ഇത് ഹെറിഡിറ്ററി ആകും. അപ്പോൾ ഞാൻ ഈ രമ്യയെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബിക്കോസ് ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അവരെ ഇനിയും പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രമ്യ ടെസ്റ്റ് ചെയ്തിട്ട് രമ്യയ്ക്ക് BRCA എന്ന് പറഞ്ഞ ജീനോ PALB2 എന്ന് പറഞ്ഞ ജീനോ ഉണ്ടെങ്കിൽ ദെൻ ഐ ക്യാൻ ടെൽ രമ്യയ്ക്ക് ക്യാൻസർ വന്നത് പാരമ്പര്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് രമ്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, രമ്യയ്ക്ക് 15 വയസ്സുള്ള ഒരു മോളുണ്ട്, രമ്യയുടെ ഈ കുഞ്ഞ് വലുതാകുമ്പോൾ 20 വയസ്സൊക്കെ ആകുമ്പോൾ അവളുടെ അടുത്ത് പറയണം, എന്നെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പറയണം, എൻ്റെ അമ്മയ്ക്ക് ഈ ജീൻ ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? ബിക്കോസ് അന്ന് 5 വർഷം കൂടെ കഴിയുമ്പം, ഇപ്പോൾ 15 വയസ്സുള്ള പെൺകുട്ടി 5 വർഷം കൂടി എവിഡൻസ് മാറും, ടെക്നോളജി മാറും, അഡ്വൈസസ് മാറും. സോ ഇപ്പോഴേ ഞാൻ അഡ്വൈസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ രമ്യയുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയും, ബാക്കി സിസ്റ്റേഴ്സ് ഉണ്ട്, അവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം, അവർക്കും ഈ ജീൻ ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബി അലേർട്ട്. ഓക്കെ, അലേർട്ടായിട്ട് കാര്യമില്ല. ഒരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്കൊരാൾക്ക് ജീൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇഫ് ദർ ഇസ് നത്തിങ് ഐ ക്യാൻ ഡു ടു ഓൾട്ടർ ദെയർ ലൈഫ്, ദെൻ ദർ ഇസ് നോ പോയിന്റ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഞാൻ അഗൈൻ മെഡിസിൻ ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കോർ കോൺസെപ്റ്റ് ആക്ച്വലി എന്നെ കേൾക്കുന്ന ഡോക്ടേഴ്സിൻ്റെ യങ് ഡോക്ടേഴ്സ് ഉണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഡു നോട്ട് ഡു എ ടെസ്റ്റ് ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഇന്റർപ്രറ്റ് ഇറ്റ്. ഒരു ടെസ്റ്റും ചുമ്മാ ചെയ്യരുത്, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ. അപ്പോൾ ടെസ്റ്റ് ചെയ്തു, രമ്യയ്ക്ക് BRCA മ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ രമ്യയുടെ മകളുടെ അടുത്ത് പറയണേ, മകളെ 20 years ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യുക. ബിക്കോസ് മോക്ക് ഈ ജീൻ അമ്മയിൽ നിന്ന് കിട്ടാം, അച്ഛനിൽ നിന്ന് കിട്ടാം. ഇനി അതോ അമ്മയുടെ നിന്ന് കിട്ടിയെങ്കിൽ ദാറ്റ് മീൻസ് മോക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. 100% ഉണ്ടോ? ഇല്ല, 80-85% ഇൻ ഹെർ ലൈഫ് ടൈം. ദാറ്റ് ഈസ് ഹൈ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മോളെ, യു ഷുഡ് തിങ്ക് അബൌട്ട് ഹാവിങ് എ ഫാമിലി, ചിൽഡ്രൻ, ലാക്ടേറ്റിംഗ് എല്ലാം ഏർലി തന്നെ. ഒരു 30 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഇയർലി ചെക്കപ്പ് ചെയ്യുക, സെൽഫ് ബ്രസ്റ്റ് എക്സാം ചെയ്യുക. ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയി മുലയൊക്കെ ഊട്ടി കഴിഞ്ഞ് ലൈക്ക് ബ്രസ്റ്റ് ഫീഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിവെൻറ്റീവായിട്ട് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാം, എന്നിട്ട് ഇംപ്ലാന്റ് വെക്കാം. ഏഞ്ചലിന ജോളി എന്ന് പറയുന്ന സിനിമ നടി ചെയ്തത് സെയിം കാര്യമാണ്. ഇത് ചെയ്യാഞ്ഞ ഒരാളാണ് മനീഷ കൊയ്രാള. ഷീ എൻഡഡ് അപ്പ് വിത്ത് ഗെറ്റിംഗ് BRCA, ഈ ഹെറിഡിറ്ററി ക്യാൻസർ ആയിരുന്നു മനീഷ കൊയ്രാളയ്ക്ക്, സ്റ്റേജ് 4, ബട്ട് ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് വെൽ. ഏഞ്ചലിന ജോളി ക്യാൻസർ വരുന്നതിന് മുമ്പ് പ്രിവെൻഷൻ എടുത്തു. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓവറി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, 2 കുഞ്ഞുങ്ങളായെന്ന് വിചാരിച്ചു. സോ ഓവറിയും എടുത്ത് കളയാം, കാരണം ഓവറി റിസ്ക് ഉണ്ട്. സോ ഇത് ചെയ്യാം. സെയിം തിങ് ഗോസ് ഫോർ ദ സിസ്റ്റേഴ്സിന് ഓൾറെഡി കുഞ്ഞുങ്ങളായി, അപ്പോൾ അവർക്കും ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് അവർക്കും BRCA ഉണ്ടെങ്കിൽ അവർക്കും പ്രിവെൻറ്റീവായിട്ട് ബ്രസ്റ്റ് എടുത്ത് കളയാം. ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് വരും, എനിക്കൊന്നും ചെയ്യേണ്ട, അറിയാം, ഐ ഡോണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? സ്ക്രീൻ ചെയ്യാൻ പറ്റും. എല്ലാ 6 months നമ്മൾ അവരെ ജസ്റ്റ് അൾട്രാസൗണ്ടോ MRI ചെയ്ത് നോക്കും, നേരത്തെ കണ്ടുപിടിക്കാൻ. എന്തെങ്കിലും മുഴ വരുമ്പോഴേ കണ്ടുപിടിക്കാം, പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുക. ഏർലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ഏർലി ഡയഗ്നോസിസ്. One more thing, ഇതൊരു മിത്തായിരിക്കാം, but you have to bust it if it's true. Contraception എടുക്കുന്നത്, can it cause breast cancer? ചില contraception, but in the setting of not contraceptive pills taking to prevent pregnancy. Not that, but pregnancy-ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെങ്കിൽ ഈ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട് മെൻസ്ട്രേഷൻ കഴിഞ്ഞ് മെനോപോസ് ആയി കഴിഞ്ഞാൽ ചില സ്ത്രീകൾ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കും, വൈറ്റാലിറ്റി കീപ്പ് ചെയ്യാൻ. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കോടിപതിയാ. ഒരു ദിവസം അവരെന്നെ വീട്ടിൽ വിളിച്ചു, ഡോക്ടർ അജു, യു ഷുഡ്, അമേരിക്ക പ്രാക്ടീസ് ചെയ്യുന്നത്, ഡോക്ടർ അജു യു ഷുഡ് കം ടു അവർ ഹൗസ് വിസിറ്റേഴ്സ്. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, വൈ, വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് പേര് ഞാൻ പറയത്തില്ല. പറഞ്ഞു, വി ഹാവ് അബൌട്ട് 100 പ്ലെയിൻസ് കമ്മിങ് ആൻഡ് ലാൻഡിങ് ഇൻ അവർ ബാക്ക് യാർഡ്. ഞങ്ങളുടെ വീട്ടിലെ ബാക്ക് യാർഡിലോട്ട് ഒരു 100 പ്ലെയിൻ വരുന്നുണ്ട്, ചുമ്മാ കാണാൻ വാ. അപ്പോൾ പ്ലെയിൻ ഷോ ആണ്.
അവിടെ ഈ കൊച്ചു കൊച്ചു പ്ലെയിൻ ഉണ്ട്, 2 പേര് 4 പ്ലെയിൻ ഉള്ള സെസൻ ആ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ്. I mean, real അത് planes. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവരുടെ വീട്ടിൽ വന്ന് അവരുടെ യാർഡിൽ വന്ന് ലാൻഡ് ചെയ്യും. അവിടെ ഇങ്ങനെ ഞങ്ങൾ പോയി, ഞാൻ വൈഫിനോട് പോയി എല്ലാത്തിനെയും ഫോട്ടോ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഗരാജ് കാണിച്ചു തരാം. ഞാൻ ചോദിച്ചാൽ കാർ പാർക്ക് ഗരാജാണ്. അവരുടെ വീടിൻ്റെ പുറത്തോട്ട് പോയ സമയത്ത് അവിടെ ഒരു ഹാങ്കറാണ്, ഒരു 4 പ്ലെയിൻ പാർക്ക് ചെയ്ത് കിടക്കുന്നു, അവരുടെ സ്വന്തം പ്ലെയിൻ. ചുരുക്കം പറഞ്ഞ ഈ സ്ത്രീക്ക് എങ്ങനെ ക്യാൻസർ വന്നെന്ന് അറിയാമോ? ഇവർക്ക് സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബിക്കോസ് ഇവര് വൈറ്റാലിറ്റിക്ക് വേണ്ടി ഇവരെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡോക്ടർ ഇവർക്ക് ഇച്ചിരി എസ്ട്രജൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഞാൻ കാണുന്ന ഓർമ്മയുണ്ട്, ബോൺസ് മുഴുവൻ ക്യാൻസറാണ്, പക്ഷെ കണ്ടാൽ ആക്ച്വലി 30 വയസ്സ് പ്രായം തോന്നിക്കത്തുള്ളൂ. കണ്ടാൽ 30 വയസ്സ് പ്രായം. അപ്പോൾ ഇവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, അത് എടുക്കുമായിരുന്നെങ്കിൽ മാമോഗ്രാംസ് ചെയ്ത് റെഗുലർലി ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നേരത്തെ കണ്ടുപിടിക്കായിരുന്നു. ഐ മീൻ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നത് രോഗമായിട്ടാണ് വരുന്നത്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ക്യാൻ കോൺട്രസെപ്റ്റീവ് പിൽസ് കോസ് ബ്രസ്റ്റ് ക്യാൻസർ? ഇല്ല. പ്രഗ്നൻസിക്ക് വേണ്ടി തടയാൻ വേണ്ടി ചെറുപ്പക്കാരെടുക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കില്ല. പക്ഷേ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എസ്ട്രജൻ കിട്ടാൻ വേണ്ടി സ്കിൻ വൈറ്റൽ ആകാൻ, ബോൺസ് ഹെൽത്ത് ആകാൻ, യങ് ലുക്ക് ഉണ്ടാകാൻ പലരും ചെയ്യും. അവിടെയൊക്കെ ഇവിടെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ചെയ്യുവാണെങ്കിൽ ബി കെയർഫുൾ, ദാറ്റ് ഹൈ റിസ്ക്. അപ്പോൾ ക്ലോസ്ലി മോണിറ്റർ, മാമോഗ്രാം ചെയ്യോ അൾട്രാസൗണ്ട് ചെയ്യോ ഒക്കെ ചെയ്ത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ലേഡി ഡൈഡ് ബിക്കോസ് ദ ക്യാൻസർ 5 വർഷത്തോളം ഞാൻ ട്രീറ്റ് ചെയ്തു. അത് ഞാനിട്ട് മരണപ്പെട്ടു. ഞാൻ ഇവിടെ ഇന്ത്യയിലായപ്പോൾ എനിക്ക് മെസ്സേജുകൾ വരുമായിരുന്നു, എന്ത് ചെയ്യണം, അത് അഡ്വൈസ് ചോദിച്ചു. ബട്ട് ഡിസീസ് ഡൈ, ഷീ ഡൈഡ് 62-63 വയസ്സിലങ്ങാണ്ടായപ്പോഴത്തേക്ക് മരണപ്പെട്ടു. This next thing is for people living in കുറച്ചും കൂടി റൂറൽ ഏരിയാസ്. അവിടെ ആൾക്കാർ ട്രഡീഷണലി പറയൂലേ, നമുക്ക് നമ്മുടെ സൈക്കിളിന്റെ സമയത്ത് വി ഷുഡ് നോട്ട് ഗോ ടു ദ ടെമ്പിൾ, വി ഷുഡ് നോട്ട് ടച്ച് പിക്കിൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ദേ ടേക്ക് സം pills, they start popping pills like poppins. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് കേരളത്തിലില്ല, പക്ഷേ ഔട്ട്സൈഡ് ഉണ്ടാകാം. പക്ഷെ അതും ഇൻഫ്രീക്വന്റ് യൂസ് അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ റെഗുലർ യൂസ് ഓഫ് ഈ മെൻസസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ മച്ച് ടു ടെൽ യു അബൌട്ട് ദിസ്. ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഈ നോയില എൻ്റെ അടുത്ത് റൂറൽ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി, കേരളത്തിൽ എവിടെ റൂറൽ? അതാ ശരിയാ റൂറൽ ഇല്ലല്ലോ. അല്ല, ഞാൻ നോർത്ത് ഇന്ത്യയുടെ കാര്യം ചോദിച്ചതാണ്. അതെ അതെ, എനിക്ക് അത്രയ്ക്ക് അനുഭവപരിചയം ഇല്ല. Okay, so all the research that I have done is pretty much wrong only. It's all right, Noila. But that is what we are here like for. I said, you are the absolutely perfect interviewer for this interview because നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്കും സത്യം പറഞ്ഞാൽ ഈ രോഗത്തെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ എത്ര വർഷം പഠിച്ചെന്ന് അറിയാം ഇതൊന്നും മനസ്സിലാക്കാൻ. 20 വർഷത്തോളം ഈ പരിപാടി തുടങ്ങിയിട്ട്. പഠിച്ചിട്ടും എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ല. അങ്ങനെ പറയല്ലോ, അത് സാരമില്ല. പക്ഷെ ഉള്ള കാര്യം, ബിക്കോസ് അത്രയ്ക്ക് ഈ വലിയൊരു ഓഷ്യന്റെ ഒരു അറ്റമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ, ഓഷ്യൻ ഓഫ് നോളജ്. ഇവിടെയാണ് രസകരമായ കാര്യത്തിൽ യൂട്യൂബിലൊക്കെ ഒരു വിവരം ഇല്ലാത്ത അരവട്ടന്മാര് ഓരോ വീഡിയോകളുമായിട്ട് ഇറങ്ങിക്കൊണ്ട് വരും. അത് കേട്ട് വിശ്വസിച്ച് പേഷ്യൻസ് അങ്ങ് ദൂരെ കാസർഗോഡും വയനാടും ഒക്കെ പോയി ഓൾട്ടർനേറ്റീവ് തെറാപ്പി ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കാൻ കോമഡിയാണ്, കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഇതിന്റെ അറ്റവും മനസ്സിലാവുന്നു. ഒന്നും പഠിക്കാതെ തന്നെ ഇപ്പൊ ക്യാൻസർ ചികിത്സിച്ച് കംപ്ലീറ്റ്ലി ഭേദമാക്കി തരാമെന്നുള്ള ഡയലോഗ് അടിക്കുന്നത്. പക്ഷെ ഇത് വിശ്വസിക്കാൻ മലയാളികളുണ്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ്. അല്ല, സൂക്ഷിക്കണം. കേൾക്കുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. എപ്പോഴും വെരിഫൈ ചെയ്യണം. നമ്മൾ തന്നെ സ്റ്റഡി ചെയ്യണം, നമ്മൾ തന്നെ നോക്കണം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. എന്താണ് ആധികാരികത? വാട്ട് ഈസ് യുവർ ട്രാക്ക് റെക്കോർഡ് ടു മേക്ക് സച്ച് സ്റ്റേറ്റ്മെന്റ്സ്? പ്രൂഫ് എവിടെ? പലപ്പോഴും ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ പലരും ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ റിയൽ ആയിരിക്കണം എന്നില്ല, ഇമാജിനറി സ്റ്റോറീസ് ആകാം. പ്രൂഫ് എവിടെ? എന്താണ്? ചോദിക്കണം. അതൊന്നും ചോദിക്കാതെ ആളുകൾ ഇപ്പൊ നോക്കി ഈ വീഡിയോ എങ്ങനെ യൂട്യൂബ് വന്നു കഴിഞ്ഞിട്ട് താഴെ വരാൻ പോകുന്ന ഇന്നത്തെ ലാംഗ്വേജിൽ പൊങ്കാല എന്നൊക്കെ പറയും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മോസ്റ്റ്ലി മിത്സ് ആയിരുന്നു. സോ ടെൽ മീ, വാട്ട് ആർ ദ 3 or 5 reasons why breast cancer happens? Breast cancer happens because you are a human being. ഏറ്റവും ബിഗ്ഗസ്റ്റ് റീസൺ സ്ത്രീ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഒരു റഫ് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ 10 സ്ത്രീകളുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും അവരുടെ ലൈഫ് ടൈമിൽ ക്യാൻസർ വരാം. സോ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്, ഡയഗ്നോസ് ചെയ്യപ്പെട്ടെങ്കിൽ പാനിക് ചെയ്യേണ്ട. നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള പല സ്ത്രീകൾക്കും ഇതൊക്കെ വന്നിട്ടുണ്ടാകാം. പറയാതിരിക്കുന്ന അവര് വന്നു, ചികിത്സിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് പാനിക് ചെയ്യരുത്.
ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രോഡ് പരിപാടിയല്ല, ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏർലി ഡിറ്റക്ഷൻ പറ്റിയില്ലെങ്കിൽ പോലും ഇന്നത്തെ ചികിത്സയുടെ എബിലിറ്റി, ചികിത്സയുടെ ഫലപ്രാപ്തി അത്രയ്ക്ക് നല്ലതായിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ പോലും ആണെങ്കിൽ അത്രയും നല്ലത്. ചികിത്സ ഏർലി ഡിറ്റക്ഷൻ അല്ല, കുറച്ച് ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചികിത്സ കുറച്ച് ഇന്റൻസീവ് ആയിട്ട് തരേണ്ടി വരും, കുറച്ച് ടഫ് ആയിരിക്കും ചികിത്സ, പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഗുണം ചികിത്സ വളരെ സിമ്പിൾ ആക്കാം. ചികിത്സ ഇതിലൂടെ ക്യൂർ റേറ്റ് ഹയറും ആകാം, ആൻഡ് കോസ്റ്റും കുറയും. ഈ ഡിലേഡ് ആകും തോറും കോസ്റ്റ് ഓഫ് കെയർ കൂടും, ബിക്കോസ് നമുക്ക് ഉപയോഗിക്കേണ്ട മരുന്നുകൾ കുറെ കൂടെ ഇന്റൻസീവ് ആകും, ഫോളോ അപ്സ് ഇന്റൻസീവ് ആകും, ചിലത് വീക്ക്ലി വരേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. സോ യു ആസ്ക് മീ 4-5 നല്ല കാര്യങ്ങൾ പറയുക. ഒന്ന്, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് വരും, പുരുഷന്മാർക്ക് വരാം. അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇഫ് 100 women are coming, എത്ര ആണുങ്ങളാണ് വരുന്നത്? 10,000 ഒരാള്. ഇപ്പോൾ 10,000 പുരുഷന്മാരെ പുറത്ത് റാൻഡംലി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാകാം. അതേസമയം 100 സ്ത്രീകളെ പുറത്ത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും വരും. അപ്പൊ അത്ര ഈ ഡിഫറൻസ് മനസ്സിലാവും. സോ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളാണ് കോമൺ, പുരുഷന്മാരിൽ റെയർ ആണ്, പക്ഷെ വരാം, അറിഞ്ഞിരിക്കാം. രണ്ടാമത്തെ കാര്യം, ക്യൂർ റേറ്റ് ഹൈ ആ. പലരും പറയുന്നില്ല, നമ്മുടെ ചുറ്റുപാടുള്ളവരും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് എന്നെ കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾ പാനിക് ചെയ്യണ്ട, പേടിക്കണ്ട. ഇത് സാധാരണ ഒരു രോഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഞാൻ എല്ലാ ക്യാൻസറിനും അങ്ങനെ പറയില്ല, പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് തന്നെ പറയാൻ സാധിക്കും. ഡോണ്ട് വറി, ഡോണ്ട് പാനിക്. ബട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം, ഒരു ബ്രസ്റ്റ് നഷ്ടപ്പെടേണ്ടി വരും, ചിലപ്പോൾ മാസ്റ്റെക്ടമി വേണ്ടി വരാം, ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടേണ്ടി വരാം. അതിൻ്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ മുടി പോകാം. സോ അതിനൊരു കോസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ഈ സയൻസ് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കും തോറും ട്രീറ്റ്മെന്റും കുറെ കൂടെ പ്രിസൈസ് ആയിക്കൊണ്ടിരിക്കുക. സോ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആകണം എന്നില്ല, ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന 10 വർഷം മുമ്പ് ഞാൻ ചെയ്തതല്ല ഞാനിപ്പോൾ പലതും ചെയ്യുന്നത്. ശാസ്ത്രം മാറി, കുറെ കൂടെ പ്രിസൈസ് ആയി. അത് നല്ല കാര്യമാണ്, നാട്ടുകാർക്ക് നല്ല കാര്യം. Cure rate good. Yeah. So first reason ആണ് that I am a female. That is why. So what are the other reasons? Yeah. Reasons genetic, hereditary. Hereditary എന്തെങ്കിലും ഉണ്ട്, ഫാമിലിയിൽ നല്ലോണം റിസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെറ്റ് യുവർ സെൽഫ് ഇവാലുവേറ്റഡ്. ഒരു ഡോക്ടറെ പോയി കണ്ട് സംസാരിക്കുക. എൻ്റെ ഫാമിലിയിൽ ഇന്ന ആൾക്കാർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, ഡോക്ടറെ ഒന്ന് പറഞ്ഞു തരണേ, എന്താണ്, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? പല ടെസ്റ്റുകളും നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കോസ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എസ്ട്രോജൻ പില്ല് എടുക്കുകയാണെങ്കിൽ ആർത്തവവിരാമം കഴിഞ്ഞിട്ട്, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഒബിസിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം റിലേറ്റഡ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, സ്മോക്കിംഗ് ഒഴിവാക്കുക. തീർച്ചയായിട്ടും സ്മോക്കിംഗ് ഒന്നും നല്ലതല്ല. ഇറ്റ് ഈസ് എ ബാഡസ്റ്റ് സബ്സ്റ്റൻസ്, ടൊബാക്കോ. എനിക്കറിയാം ഇന്നത്തെ സ്ത്രീകൾ ആക്ച്വലി ഇന്ത്യയിലെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ സ്മോക്കിംഗ് എടുക്കുന്ന അപ്ടേക്ക് കുറഞ്ഞു തുടങ്ങി, സ്ത്രീകൾ കൂടുകയും ചെയ്യും. എന്താണെന്ന് എനിക്കറിയത്തില്ല. Maybe I can interview you. What are some of the reasons? Society ഇപ്പൊ കേരളത്തിലായാലും കൊച്ചി, I don't know about other places, പക്ഷെ കൊച്ചിയിലായാലും if you see a girl smoking, you won't lose your mind, but maybe 10 years before അങ്ങനെ അല്ലായിരിക്കും. I think people are also judge ചെയ്യുമായിരിക്കും. Today also they do, പക്ഷെ we are hoping. പക്ഷെ അത് സ്മോക്കിംഗ് അഡോപ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ബിക്കോസ് ഓഫ് മീഡിയ ആണോ? ഞാനിപ്പോ ഞങ്ങളുടെ സൊസൈറ്റി ഒരു കോൺക്ലേവ് നടത്തുക ഈ മാസം, ജൂൺ മാസം അവസാനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഒരു വലിയൊരു സർവേ നടത്തി, ഒപ്പീനിയൻ സർവേ. അതിന്റെ റിസൾട്ട് ഞാൻ വഴിയെ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. ജൂൺ 28 ഇന്റർനാഷണലി പിയർ റിവ്യൂഡ് ഒരു വലിയൊരു ടോപ്പ് ജേർണലിൽ പബ്ലിഷ് ആകും. അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി പേപ്പറിലൊക്കെ വരും. ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം, നാട്ടുകാരത്ത് ചോദിച്ചൊരു ചോദ്യം, ഡസ് സ്പോർട്സ് പേഴ്സൺ ആൻഡ് ഫിലിം ആക്ടേഴ്സ് യൂസ് ഓഫ് ടൊബാക്കോ നെഗറ്റീവ്ലി ഇമ്പാക്ട് സൊസൈറ്റി? അതിന്റെ ഉത്തരം എന്താണ് നാട്ടുകാർ പറഞ്ഞെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. വഴിയെ ഇന്ന് പറയത്തില്ല, അത് വരുമ്പോൾ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഐ തിങ്ക് ഇറ്റ് ഈസ് very true that we were talking about how Shah Rukh Khan is amazing, right? But he smokes. So many boys must be thinking, "Are Shah Rukh Khan can do, why can't I?" Ade advertisement idinte aanallo. It's a negative impact. Yeah, it's a very negative impact also, and it's very influential. Bhayangara influential aanu. Nammal
whoever we are looking up to, if they are doing something wrong also, we'll be like, ah, it's cool. സോ നമ്മൾ കേൾക്കുന്ന ഓഡിയൻസ് സ്പെഷ്യലി യങ് ലേഡീസ് ആണെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഒബീസിറ്റി കുറയ്ക്കാനുള്ളത് ചെയ്യുക. ചിലർ ഒബീസ് ആയിരിക്കാം ബട്ട് ആക്റ്റീവ് ആയിരിക്കാം, ദാറ്റ് ഇസ് ഓക്കെ കേട്ടോ. സ്റ്റേ ആക്റ്റീവ്, എക്സസൈസ് ചെയ്യുക പതിവായിട്ട്. പിന്നെ ടൊബാക്കോ, ആൽക്കഹോൾ യൂസ് സേഫ് ലിമിറ്റ് ഇല്ല, വേണ്ട, 0. ഇച്ചിരി കുടിച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. സോ നോയില, നമ്മളെ കേൾക്കുന്ന ഓഡിയൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആക്ച്വലി ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് പാരമ്പര്യമായിട്ട് വല്ലതും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, അതിന് വേണ്ടുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ച് ചെയ്യുക. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യുക, ഒബീസിറ്റി പ്രിവെന്റ് ചെയ്യുക. പിന്നെ ഒബീസ് ആയിട്ട് നമുക്ക് തോന്നുന്ന പല വ്യക്തികളും നമ്മളെക്കാളും ആക്റ്റീവ് ആയിരിക്കാം, അത് നല്ല കാര്യമാണ്. സോ ഒബീസ് എന്ന് തോന്നുന്നെങ്കിലും ആക്ടിവിറ്റി നന്നായിട്ടുണ്ട്, എൻഗേജ്ഡ് ആണ്, എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അത് എനിക്ക് പറയുമ്പോൾ എനിക്ക് ശരിക്കും അത് വേണ്ടായിരുന്നു, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാം. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഒരു സമയത്ത് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു നീ ഇഞ്ചുറി വന്ന്, ഇന്ന് കുറച്ചൊരു മുമ്പ് വരെ വിചാരിച്ചത്, പക്ഷെ ആ നീ ഇഞ്ചുറി വന്നില്ലായിരുന്നല്ലോ. നമ്മൾ ഈ ഡിസ്കഷന്റെ സ്റ്റാർട്ടിങ്ങിൽ വി ഹാഡ് എ ടോക്ക് അബൌട്ട് ദിസ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നിലോട്ട് ചിന്തിച്ച് നോക്കി ഭയങ്കര ഗിൽറ്റ് അടിക്കും. സെയിം തിങ് ഐ എം ഗോയിങ് ത്രൂ, വിച്ച് ഇസ് ഡിസംബറിൽ ഒരു നീ ഇഞ്ചുറി വന്നു. ഞാൻ ഇന്നിപ്പോൾ വരുന്നതിന് മുമ്പ് പോലും ചിന്തിച്ചാ നീ ആ ഡിസംബറിൽ ആ കളിക്കാൻ പോകണ്ടായിരുന്നു, അതുകൊണ്ട് അത് വന്നു. സോ ദാറ്റ് സെറ്റ് ബാക്ക് എവറിത്തിങ്. സോ ദ പോയിന്റ് ഇസ് ഗിൽറ്റ് വേണ്ട, വന്നു ഇനി മുന്നോട്ട് ചെയ്യുക. ഐ വിൽ ട്രൈ ടു ഗെറ്റ് ബാക്ക്. താങ്ക്സ് ഫോർ ദ ടിപ്പ്. സോ എക്സസൈസ് ചെയ്യുക. എന്താണ് എക്സസൈസ്? പലരും ചോദിക്കും, വാട്ട് ഈസ് എക്സസൈസ്? എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. വെയ്റ്റ്സ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും റിയലൈസ് ചെയ്യുന്നില്ല, പുരുഷന്മാരായിരിക്കും ജിമ്മിൽ പോകുന്നത്, സ്ത്രീകളെല്ലാം വീട്ടിലെ പണിയൊക്കെ ചെയ്തിരിക്കും. ആക്ച്വലി സ്ട്രെങ്ത് ആവശ്യമാണ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ്. ബട്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന റഫ് ആയിട്ടുള്ള ഡെഫിനിഷൻ, നമ്മൾ വാട്ട് എവർ ഹെൽപ്സ് യു ബ്രേക്ക് ഇൻ ടു എ ജെന്റൽ സ്വെറ്റ്, ഒരു വിയർക്കാൻ തക്ക രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. പല സ്ത്രീകളും പറയും വീട്ടു ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ വിയർക്കുന്നുണ്ടല്ലോ, അതല്ല. അല്ലാതെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ഒരു സെറ്റപ്പ്, ഒരു 20 minutes 30 minutes പതിവായിട്ട് മാറ്റി വെച്ച് ഒന്ന് സ്പീഡിൽ നടക്കുക, ബ്രിസ്ക് വാക്കിംഗ്, സ്പീഡിൽ നടക്കുക. പലരും വാക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ വാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയും, പക്ഷെ അത് ചുമ്മാ കത്തി വെച്ച് അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് സംസാരിച്ച് പതുക്കെ ലേശ്വര, അത് നടക്കത്തില്ല. ബ്രിസ്ക് വാക്കിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓടണം, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. സോ സംതിങ്, എന്തെങ്കിലും ഒന്ന് പതിവായിട്ട് ചെയ്യുന്നത് ഒരു 20 to 30 minutes, 20-30 മിനിറ്റ് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും. ഇതാണ് ഐഡിയലി എക്സസൈസ്. സോ ഇതെങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രമീകരണത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പുകവലി ഒഴിവാക്കുക, മദ്യപാനം പാടില്ല, പിന്നെ സ്ട്രെസ് കഴിയുന്നിടത്തോളം കുറയ്ക്കുക. സ്ട്രെസ് പാടില്ല എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ ആധുനിക കാലത്തിൽ എങ്ങനെ പോയാലും എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. സോ കഴിയുന്നിടത്തോളം സ്ട്രെസ് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഇനി ഡയഗ്നോസിസിലേക്ക് വരാം. ഞാനൊരു ഐ വിൽ ഗിവ് യു എ സ്മോൾ ആനക്ഡോട്ട് ആൻഡ് ഫ്രം ദെയർ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഡവ് സോപ്പിന്റെ ഞങ്ങൾക്കൊരു അഡ്വർടൈസ്മെന്റ് കാണിച്ചു തന്നു. ആ ഡവ് സോപ്പില് വാട്ട് ദേ ഹാഡ് ഡൺ ഇസ്, ആ ഡവ് സോപ്പിൽ ഒരു ലംപ് ഉണ്ടായിരുന്നു. വാട്ട് ദാറ്റ് ഡസ് ഇസ്, ഇപ്പോൾ സ്ത്രീകൾ കുളിക്കാൻ പോകുമ്പോൾ ദേ വിൽ സീ ദാറ്റ് soap and അത് കണ്ടിട്ട് they'll do self breast examination. That was the reason behind that. It was a campaign, ഒരു breast cancer campaign ആയിരുന്നു ചെയ്തത്. So that is a smart campaign. ഞാൻ കേട്ടിട്ടേ ഇല്ല actually. Yeah, that is, I don't recall seeing this also. But anyway, that's a very smart campaign. സ്ത്രീകളെ അവെയർ ആക്കുക. പക്ഷേ പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട്. കാരണം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. അത് ഡോക്ടേഴ്സ്, എന്നെപ്പോലുള്ള ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ കുളിക്കുന്ന സമയത്ത് ഷവറിൽ നിൽക്കുമ്പോൾ സോപ്പ് പുരട്ടിയതിനു ശേഷം ചെയ്യുന്നതാണ് ഐഡിയൽ എന്ന് പറയാറുണ്ട്. അതിന് കാരണം കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ റിമൈൻഡ് ചെയ്യാൻ പറ്റിയ സമയം അത് തന്നെയാണ്. സോ സെൽഫ് ബ്രസ്റ്റ് എക്സാം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്വന്തം ശരീരത്തെ അറിഞ്ഞിരിക്കുക, അതാണ് അതിന്റെ കോർ കോൺസെപ്റ്റ്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ മുഴയാകാം, തടിപ്പാകാം, നിപ്പിൾ ഉള്ളിലോട്ട് വലിയുന്നതാകാം, നിപ്പിൾ ഡിസ്ചാർജ് ആകാം, കളർ വ്യത്യാസമാകാം ബ്രസ്റ്റിന്റെ മുകളിൽ, വാംത്ത്, ടെമ്പറേച്ചർ ചേഞ്ച് ആകാം, ചൂട് വരുന്നു, എന്തെങ്കിലും അബ്നോർമാലിറ്റി നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഡോക്ടറിനെ പോയി കാണുക. പ്രത്യേകിച്ചും ആ അബ്നോർമാലിറ്റി നമ്മൾ ഫീൽ ചെയ്യുന്ന മാറ്റം, ചേഞ്ച് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ല,
അത് സ്റ്റേ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒട്ടും ഡിലേ ആകണ്ട, സി എ ഡോക്ടർ. ചിലപ്പോൾ ഒന്നും കാണത്തില്ല കേട്ടോ, പക്ഷെങ്കിൽ ലെറ്റ് ദ ഡോക്ടേഴ്സ്, ആ ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് പറയട്ടെ. അതാണ് സെൽഫ് ബ്രെസ്റ്റ് എക്സാമിനേഷൻ. ഇവിടെ ഞാനൊരു വാർണിംഗ് തരാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ലാക്ടേറ്റിംഗ് ലേഡീസിന്, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർക്ക് പലപ്പോഴും മുഴകൾ വരാം. അത് ചിലപ്പോൾ മിൽക്ക് സെക്രീറ്റഡ് ആയിട്ട് മിൽക്ക് അടിഞ്ഞൂടി കിടക്കുന്നതിനാകാം, ചിലപ്പോൾ അത് ക്യാൻസറും ആകാം. അവഗണിക്കരുത്. അപ്പോൾ ഒരു ഡോക്ടറിനെ ഇപ്പോൾ കണ്ടാലും ഡോക്ടർ ചിലപ്പോൾ പറയും സാരമില്ല ഇത് പാലിൻ്റെ ആയിരിക്കും എന്ന് പറയാം. പക്ഷെങ്കിൽ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യുക, എസ്പെഷ്യലി മലയാളികളായ സ്ഥിതിക്ക് ഇവിടെ അൾട്രാസൗണ്ട് എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട്. ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അറിയാവുന്നതേ ഉള്ളൂ എന്താണെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഒട്ടും ഡിലേ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പ്രാക്ടീസിൽ, എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പേഷ്യൻസിനെ കാണുമ്പോൾ പല സ്ത്രീകളും ചെറുപ്പക്കാർ മുലയൂട്ടുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഡിലേഡ് ആയിട്ട് ഡയഗ്നോസ് ആയിട്ട് വരുന്നുണ്ട്. അവരുടെ ഒരു ക്യാൻസർ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഇങ്ങനെ അവഗണിക്കുക, അത് സ്വന്തം ഇഷ്ടപ്രകാരം അവഗണിക്കുന്നില്ല. പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ കുറച്ച് ആക്റ്റീവായിട്ട് എടുത്തിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, റേഡിയേഷൻ ഒന്നുമില്ല. അതാണ് സെൽഫ് ബ്രെസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് മാമോഗ്രാം എന്നൊരു ടെസ്റ്റ്. മാമോഗ്രാം ഒരു എക്സ്റേ പരിശോധന, ബ്രസ്റ്റിൽ മുഴയുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള പരിശോധന. അൾട്രാസൗണ്ട് ചെയ്യാം, MRI ചെയ്യാം. പക്ഷെ ഇതൊന്നും തന്നെ പോയി ചെയ്യരുത്. ഒരു ഡോക്ടറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഡോക്ടറുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് വേണം പോയി ചെയ്യാൻ. പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെ, ഒരു മുഴയുണ്ടെങ്കിൽ കുത്തി പരിശോധന, FNAC അല്ല. പലപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പോഴും പേഷ്യൻസ് വരുന്നത് FNAC എന്ന് പരിശോധന ചെയ്തതിന് ശേഷം, ഐഡിയലി ബയോപ്സി. ഈ FNACയും ബയോപ്സിയും തമ്മിലുള്ള വ്യത്യാസം, FNAC എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നീഡിൽ കടത്തി മുഴയ്ക്കകത്തോട്ട് കടത്തി വിട്ടിട്ട് കുറച്ച് കോശങ്ങൾ, സെൽസ് മൈക്രോസ്കോപ്പിനടിയിൽ നോക്കും. ടിഷ്യൂ കാണത്തില്ല, കാരണം നീഡിലെ കുഞ്ഞു നീഡില, അതിനകത്തുനിന്ന് കുറച്ച് സെൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് പോരാ. ബ്രസ്റ്റ് ക്യാൻസർ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് അതിന്റെ കറക്റ്റ് ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ, ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു നീഡിലെടുത്ത് ബയോപ്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഇതുവരെ ബയോപ്സി ചെയ്തിട്ട് പെയിൻഫുൾ ആണെന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് എടുത്തൊന്നുമില്ല. ഞാനല്ല ചെയ്യുന്നത്, അതിന് ചെയ്യാൻ കഴിവുള്ള ഡോക്ടേഴ്സ് വേറെ ഉണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്ന ടൈപ്പ് അല്ല. സോ അതിന് റേഡിയോളജിസ്റ്റ് ഉണ്ട്, സർജൻസ് ഉണ്ട്, അത് ചെയ്യാൻ കഴിവുള്ളവർ, അത് ചെയ്യാൻ ട്രെയിനിങ് ലഭിച്ചവർ, അവർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് ആയിട്ട്, പെയിൻഫുൾ അല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ അടുത്ത് വന്ന് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടാകും, കാരണം എനിക്ക് ചെയ്ത് പരിചയമില്ല. ദ പോയിന്റ് ഇസ് പെയിൻഫുൾ അല്ല. നിങ്ങൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ, അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കീമോ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ച് പേടിച്ച് വരുന്നവരുണ്ട്. ഒന്നുമല്ല, പെയിൻ ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ കുറേ മിഥ്യാധാരണകളാണ് സമൂഹത്തിൽ. സോ ബയോപ്സി ചെയ്യുക. ബയോപ്സി ചെയ്ത് ഇത് ക്യാൻസർ ആണെങ്കിൽ ദെൻ ഡോക്ടർ ചില ടെസ്റ്റുകൾ പറയും. PET സ്കാൻ ആകാം, CT സ്കാൻ ആകാം, വയറിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ആകും. അതൊരു ഡോക്ടറുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ട്രെയിനിങ് അണ്ടർഗോ ചെയ്തിട്ടുള്ള, ഇതിനു വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മാമോഗ്രാം എന്ന് പറഞ്ഞത്, I've heard people are scared of it. അതെന്താണ് ആൾക്കാർക്ക് ഇതിനുള്ള അത് ഒരു കാരണം? മാമോഗ്രാം അത്ര ഈസി ടെസ്റ്റ് അല്ല. അതൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ചില സ്ത്രീകൾക്ക് ഉണ്ടാക്കാം, ചില സ്ത്രീകൾക്ക്. പക്ഷെ അത് പ്രയാസം ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യാം. സോ മാമോഗ്രാം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ചും മുഴ വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാമോഗ്രാം ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് മാറ്റി വെക്കണ്ട. അൾട്രാസൗണ്ട് ഉണ്ട്, പറയുക, ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക, ബി ഓണസ്റ്റ്, ടോക്ക് ടു യുവർ ഡോക്ടർ, സത്യസന്ധമായിട്ട് സംസാരിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിൽ അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഏത് ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. 2, ഇതിന്റെ വ്യാപ്തി, ഇതിന്റെ സ്പ്രെഡ് എത്രത്തോളം ഉണ്ട്, ഏത് ടൈപ്പാണ്, ഏത് സ്പ്രെഡ്, സ്റ്റേജ് ഏതാ, ടൈപ്പ് ഏതാ. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അകത്ത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് അറിയാൻ ഞാൻ ഈ ബയോപ്സി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ടെസ്റ്റ് ചെയ്യും. സ്റ്റെയിനിങ്, IHC എന്ന് പറയും, എസ്ട്രോജൻ റിസെപ്റ്റർ ER, പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ PR, HER2 റിസെപ്റ്റർ HER2, ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അത് ചെയ്യുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ടൈപ്പ് നിർണ്ണയിക്കുന്നത്. എന്തുകൊണ്ടാണ് FNAC പോരാ എന്ന് പറയുന്നത്? കാരണം ഈ ടെസ്റ്റുകളൊന്നും ഈ FNAC കിട്ടുന്ന സ്ഥാനത്ത് ചെയ്യാൻ പറ്റില്ല, ബയോപ്സി തന്നെ വേണം. സോ FNAC ചെയ്ത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് പിന്നെ ഒരു ബയോപ്സിയും കൂടെ ചെയ്തിട്ട് വേണം ഈ ടെസ്റ്റ് ചെയ്യാൻ. അതിലും ഭേദം ആദ്യം തന്നെ ബയോപ്സി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ടൈപ്പ് നിർണ്ണയിക്കുക. എന്തിനായി ടൈപ്പ് നിർണ്ണയിക്കുന്നത്? ട്രീറ്റ്മെന്റും ഡിപ്പെൻഡന്റ് ഓൺ ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളതിനനുസരിച്ച്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് അറിയേണ്ടത് സ്റ്റേജ് എന്താണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ, അടുത്തുള്ള ലിംഫ് നോഡ്സ് കഴലകളിലോട്ട് പോയിട്ടുണ്ടോ,
മറ്റ് അവയവങ്ങളിലോട്ട് വല്ലതും പോയിട്ടുണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെ 2-3 കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞേ ഞാൻ മുന്നോട്ട് കാലുകൾ വെക്കുക. ഇത് ബ്രസ്റ്റ് ക്യാൻസർ ഭയങ്കരമായിട്ട് സ്പ്രെഡബിൾ ആണോ? ആണ്, ചില ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യാവുന്നതാ. അതേസമയം ചില ബ്രസ്റ്റ് ക്യാൻസർ വർഷങ്ങളായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും, എങ്ങും പോവാതെ. അതുകൊണ്ട് പേടിക്കണ്ട, പല തലത്തിലുണ്ട്. സോ നമ്മളൊന്നും മുഴയുണ്ടെന്ന് വിചാരിച്ചു അയ്യോ ഇതെല്ലാം സ്പ്രെഡ് ആയി എൻ്റെ ജീവിതം നശിച്ചെന്ന് വിചാരിക്കാനൊന്നും വേണ്ട, പേടിക്കണ്ട. ജസ്റ്റ് സീ എ ഡോക്ടർ. ഞാൻ ബ്രോഡായിട്ട് പറയുന്നതേ ഉള്ളൂ. ചില ആൾക്കാർക്ക്, എന്നെ കേൾക്കുന്ന ചില സ്ത്രീകൾക്ക് പെട്ടെന്നായിരിക്കും ക്യാൻസർ വന്നതും പടർന്നതും. പക്ഷെ അതൊക്കെ അത്ര കോമൺ അല്ല. പൊതുവേ ബ്രസ്റ്റ് ക്യാൻസർ ഇച്ചിരി ടൈം എടുത്തേ സ്പ്രെഡ് ആകത്തുള്ളൂ, നമുക്ക് കുറച്ച് ടൈം ഉണ്ട്. അതേസമയം വേറെ ചില ക്യാൻസറുകൾ, അവയവങ്ങൾ ഉണ്ടാകുന്ന പാൻക്രിയാസ് ക്യാൻസർ എന്നൊക്കെ പറയുന്നതൊക്കെ ചിലപ്പോഴൊക്കെ പെട്ടെന്നായിരിക്കും, നമുക്ക് അധികം ടൈം കിട്ടണമെന്നില്ല. സോ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ അല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആവാം. അല്ല, കുറച്ച് ചിലതേ ഉള്ളൂ, പൊതുവേ കുറച്ച് സ്ലോ ആയിരിക്കും പൊതുവേ. സോ വി ഹാവ് സം ടൈം. ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് വി ക്യാൻ ടോക്ക് അബൌട്ട്. Yeah, that is what I want to talk about. From the most easiest treatment to the most difficult complex treatment. Take us through it. Oh sure. ബ്രസ്റ്റ് ക്യാൻസറിന്റെ വർഷങ്ങൾ, നൂറ്റാണ്ടുകളായിട്ടുള്ള ട്രീറ്റ്മെന്റ് സർജറിയാണ്. ആ സർജറിയും പണ്ട് ഉപയോഗിച്ചിരുന്ന സർജിക്കൽ മെത്തേഡ്സ് അല്ല ഇപ്പോൾ ഉള്ളത്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിയുന്നിടത്തോളം മിനിമലായിട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ചില ക്യാൻസറുകൾ വലിപ്പം ഉള്ളത് കൊണ്ടോ അല്ലെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ, ബ്രസ്റ്റിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലുള്ളതുകൊണ്ടോ ചിലപ്പോൾ ഫുൾ ബ്രസ്റ്റ് റിമൂവൽ വേണ്ടി വരും. അതിന് മാസ്റ്റെക്ടമി എന്ന് വിളിക്കും. ഒരു ഭാഗം മാത്രം റിമൂവ് ചെയ്യുന്നതിന് ലംപെക്ടമി എന്ന് പൊതുവെ വിളിക്കും. അല്ലെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, BCS എന്ന് വിളിക്കും. കക്ഷം, അതിനകത്തുനിന്ന് കഴലകളുണ്ട്, ലിംഫ് നോഡ്സ്. ആക്സില്ല, കക്ഷത്തിന് പറയുന്ന ആക്സില്ല. ലിംഫ് നോഡ്സ് എന്ന് വെച്ചാൽ കഴലകൾ. ആക്സിലറി ലിംഫ് നോഡ് അസസ് ചെയ്യാനായിട്ട് പല ടെസ്റ്റ് സർജറി ഉണ്ട്. സെന്റിനൽ നോഡ് ബയോപ്സി, ആക്സിലറി ലിംഫ് നോഡ് ഡിസെക്ഷൻ, ലോ ആക്സിലറി സാമ്പിളിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വിളിക്കും. എസെൻഷ്യലി ഇത്ര അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സർജറി ഒരു പ്രധാനപ്പെട്ട ചികിത്സാ വിധമാണ്. പണ്ടൊക്കെ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും സർജറി ചെയ്യുമെങ്കിൽ ഇന്ന് ചിലതൊക്കെ സർജറി ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതും ഒരു പ്രത്യേക ഓർഡറിലാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് കീമോ കൊടുത്തതിന് ശേഷം പിന്നീടായിരിക്കും സർജറി ചെയ്യുന്നത്. ചിലപ്പോൾ സർജറി ചെയ്തതിന് ശേഷമായിരിക്കും കീമോ കൊടുക്കേണ്ടത്. ചിലപ്പോൾ സർജറി ചെയ്തതിനു ശേഷം കീമോയെ വേണ്ടി വരത്തില്ല. ചിലപ്പോൾ ഗുളിക കൊടുത്തിട്ട് സർജറി ചെയ്യും. ഇങ്ങനെ പല 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 കോമ്പിനേഷൻസാണ്. അതിന് കാരണം ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് രോഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പല വൈദ്യന്മാരുടെയൊക്കെ വീഡിയോസ് കേൾക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ഇവിടെ വന്നു, ഇന്ന മരുന്ന് കഴിച്ചു, ഈ ഔഷധം കഴിച്ചു, മാറി. ഇങ്ങനെ എല്ലാത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒറ്റമൂല്യമൊന്നും ഇല്ല. ഒറ്റമൂല്യം എന്നാണ് പറഞ്ഞത്. ഈ വൺ തിങ് ഫോർ എവറിത്തിങ്, വൺ ഫോർ ഓൾ എന്ന് പറയുന്ന പോലെ. ഇത് പല ടൈപ്പ് രോഗമായതുകൊണ്ട് പല ടൈപ്പ് ചികിത്സ വേണം. അത് ഈ ഡോക്ടറിനെ കണ്ട്, ട്രെയിൻഡ് ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യും. സോ സർജറി 1, കീമോതെറാപ്പി. കീമോതെറാപ്പിക്കകത്ത് തന്നെ പല ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് കെമിക്കൽസ് ഉള്ളതുകൊണ്ട്, കെമിക്കൽസ് പലതും പ്ലാന്റ് സോഴ്സിൽ നിന്ന് വരുന്നതാണ്. യു വുഡ് ബി സർപ്രൈസ്ഡ്, നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. പാക്ലിറ്റാക്സൽ എന്ന് പറഞ്ഞൊരു മരുന്ന് ഒരു പ്ലാന്റിന്റെ ഒരു ഘടകത്തിൽ നിന്നാണ്, ബാർക്കിൽ നിന്നാണ് കിട്ടുന്നത്. വേറൊരു മരുന്ന് ഈ സീ സ്പോഞ്ച് എന്ന് പറഞ്ഞ മറൈൻ ആനിമലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് എടുത്ത് ഹാർവെസ്റ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മരുന്ന് ഫോർമുലേഷൻ തരുന്നു. അതിന് കീമോതെറാപ്പി എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഓർഗാനിക് ആണോ എന്ന് ചോദിച്ചാൽ ഓർഗാനിക് ഓർഗാനിക് കീമോതെറാപ്പി. മേ ബി ഐ ക്യാൻ സ്റ്റാർട്ട് എ പ്രാക്ടീസ്. Go for it. Organic chemotherapy. Doctor is getting a lot of ideas sitting on this chair. Organic chemotherapy is a very good idea actually. All right. So chemotherapy, അത് ശരിക്കും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. മേ ബി ഞാനത് എഴുതി വെക്കണം. ഓർഗാനിക് കീമോതെറാപ്പി. സോ രണ്ടാമത്തെ കാര്യം ഹോർമോണോതെറാപ്പി, ആന്റി എസ്ട്രജൻ. സോ ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞു എസ്ട്രജന്റെ ഒരു അമിത പ്രസരം കാരണം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് എസ്ട്രജൻ ഹോർമോൺ കട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഗ്രോത്തിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സോ ആൻറ്റി എസ്ട്രജൻ തെറാപ്പി, ഹോർമോൺസിനെ കട്ട് ചെയ്യുക, സ്റ്റാവ് ചെയ്യുക, പട്ടിണിക്കിടുക. ഹോർമോൺസിന് കൊടുക്കാതെ, ഫുഡ് കിട്ടാതെ, ഈ എസ്ട്രജൻ ഇല്ലാതെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡൈ ഓഫ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ അതിന് ഹോർമോണൽ തെറാപ്പി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. ഉദാഹരണത്തിന് HER2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിന് അതൊരു പ്രോട്ടീനാണ്. അത് ഈ ക്യാൻസർ സെൽസിൽ മാത്രം വരുന്ന ഒരു പ്രോട്ടീനാണ് പൊതുവേ. അപ്പോൾ അതിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. സോ ഇങ്ങനെ ഒത്തിരി 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 ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഗുളികയായിട്ടോ ഇഞ്ചെക്ഷൻസ് ആയിട്ടോ ഉണ്ട്. ഇതല്ലാതെ റേഡിയേഷൻ ഒരു തെറാപ്പി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി. അത് ബ്രസ്റ്റ് ക്യാൻസർ ആ ഭാഗത്ത് പടരാതിരിക്കാനായിട്ട്, പിന്നീട് വീണ്ടും ഈ ബ്രസ്റ്റിൽ തന്നെ വരാതിരിക്കാനായിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് റാപ്പിഡ്ലി ഗ്രോയിങ് സെൽസിനെ നശിപ്പിക്കുക എന്നുള്ളത്. സോ
ഒത്തിരി അഡ്വാൻസ്മെന്റ്സ് വന്നിരിക്കുന്ന ഒരു ഫീൽഡാണ് Yeah. ഈ ബ്രസ്റ്റ് ക്യാൻസറും അതിന്റെ ട്രീറ്റ്മെന്റും Hmm. ഫോർ ദ ഗുഡ്. Yeah. ആൻഡ് അതിനൊരു പ്രത്യേക കാരണം വർഷങ്ങളായിട്ട് പല ആൾക്കാരും ചാമ്പ്യൻ ചെയ്തിട്ടുണ്ട്. Hmm. ഒരു ഫേമസ് ലേഡി എസ്റ്റി ലോഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവര് I know. അമേരിക്കയിലൊക്കെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് പിങ്ക് മൂവ്മെന്റ് എന്ന് Yeah. അതുകൊണ്ട് ഇപ്പൊ പിങ്ക് എന്ന് പോയിട്ട് ഉടനെ ബ്രസ്റ്റ് ക്യാൻസർ ഓർമ്മ, Yeah. ബിക്കോസ് ഷീ ചാമ്പ്യൻഡ് ഇറ്റ്. Yeah. അവർക്ക് ഈ രോഗത്തിന്റെ വിഷമം കണ്ട് അവര് അതും ധാരാളം സ്ത്രീകൾ മരണപ്പെടുന്ന ഒരു സമയത്താന്ന് ഓർത്തണം. 1970-കളിൽ ഈ സ്ത്രീ പറഞ്ഞു ഇറ്റ് കനോട്ട് ഗോ ലൈക്ക് ദിസ്, Hmm. ഐ കനോട്ട് സീ ദിസ് ഹാപ്പൻ. അവരെന്നിട്ട് ചാമ്പ്യൻ ചെയ്ത് ഫണ്ട് റേസ് ചെയ്ത് റിസർച്ച് കമ്മിറ്റ് ചെയ്ത് അമേരിക്കൻ ഗവൺമെന്റിലെ മിഷനറിയിൽ ഫണ്ട് ലോബി ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ മാറ്റി ആൾക്കാരുടെ ഇടയിൽ ഇതിന് പോസിറ്റീവ് ആക്കി. അങ്ങനെയൊക്കെയാണ് ഇത്രയും നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. അവരവർക്ക് രോഗം വന്നതുകൊണ്ട് ഓക്കെ മറ്റുള്ളവർക്ക് ഇത് വരരുത്, വന്നാലും ശരിയായ ചികിത്സ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഓപ്പണായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് പീപ്പിൾ ലൈക്ക് ദാറ്റ് ചാമ്പ്യൻ. Taking a cause and championing for it. യെസ്, സോ ദാറ്റ് ഭാവിയിൽ ഒരാളും ഇത് കാരണം ദുഃഖിക്കരുത് എന്നുള്ളതുകൊണ്ട്. സോ അങ്ങനെയുള്ള ധാരാളം പിന്നെ ശാസ്ത്രജ്ഞന്മാർ, സയന്റിസ്റ്റുകൾ, ഞാൻ ഈ പല ചെയ്യുന്ന ചികിത്സകളുടെയും കണ്ടുപിടിക്കുന്നത് എവിടെയാ? ലാബിലല്ലേ. എത്രയോ ആളുകൾ രാവിലെ ഇരുന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊക്കെയാ. അത് അവർക്ക് അറിയത്തില്ല ഇത് സക്സസ് ആകുമെന്ന്. ചെയ്യുമ്പോൾ അറിയാമോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്, ഇത് സക്സസ് ആകും. ഫെയിലിയർ റിസ്ക് ഭയങ്കര ഹൈ അല്ലേ, എന്നാലും ഒരു പണിപെട്ട് അതിലൊരു സക്സസ് ആകുന്നു. സോ ഐ ബോ ഇൻ ട്രിബ്യൂട്ട് ടു ഓൾ ഓഫ് ദീസ് അമേസിംഗ് പീപ്പിൾ, ചാമ്പ്യൻസ് ഇൻ സയൻസ്, ചാമ്പ്യൻസ് ഇൻ ലോബിയിങ്, ഇൻ അഡ്വക്കസി, പേഷ്യൻസ്. എത്രയോ സ്ത്രീകൾ സ്വന്തം ശരീരത്തെ ഗവേഷണ വസ്തുവാക്കി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പല ചികിത്സയും ലഭ്യമാകുന്നത്. ഓരോ മരുന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം പഠനത്തിന് ആയിരക്കണക്കിന്. ടമോക്സിഫൻ എന്ന ഒരു മരുന്ന് എത്ര വർഷം കഴിക്കണം എന്ന് പഠനം നടത്താനായിട്ട് 10,000 സ്ത്രീകളാണ് സ്വന്തം ശരീരത്തെ ഗവേഷണ വസ്തുവാക്കി കൊടുത്തത്. വർഷങ്ങൾ. അങ്ങനെയാണ് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഐ നോ ഇറ്റ്സ് എൻ അമേസിങ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, അതൊരു റിയലി അമേസിങ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കാണുന്നത്. പല രീതിയിൽ പല ആളുകൾ, ടീം വർക്ക്, ടീം സയൻസ്. സോ എനിവേ ഞാൻ കുറച്ച് ഓഫ് ടോപ്പിക് ആയി. ജസ്റ്റ് ഗോട്ട് സോ ഇൻസ്പയർഡ്. You're inspired by these people also. Yeah, I just started thinking about them and it is quite inspiring. And I am sitting, ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ എഫർട്ട് ആണ്. Actually working on it. We are talking, they are working. എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രയോ പേഷ്യൻസ്, അഡ്വക്കേറ്റ്സ്. ഇപ്പൊ ഇത്രയും ട്രീറ്റ്മെന്റ്സ് യു സെഡ്, is any of these painful? അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ? സൈഡ് എഫക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു, നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സൈഡ് എഫക്ട്സ് ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാം. ഡിലേഡ് ഡയഗ്നോസിസിന്റെ ഒരു പ്രോബ്ലം പല ട്രീറ്റ്മെന്റും ഇന്റൻസീവ് ആകുക എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഉണ്ട്. മുടി പോകാതെ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എന്നാലും അതൊന്നും 100% സക്സസ് ഒന്നും അല്ല. നോസിയ, മനമറിച്ചിൽ, ഛർദിക്കാൻ വരുന്ന ഫീലിംഗ്, ഛർദില്, വായിലെ തൊലി പോകുക, എല്ലാവർക്കും ഒന്നും ഇല്ല. ഇതൊന്നും കേട്ട് എല്ലാവരും പേടിക്കണ്ട. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് കൂടുതലും അനുഭവപ്പെടാം. ഒരു ഗുണം, ഇതെല്ലാം ടെമ്പററിയാ. ഒരു നല്ലൊരു ഡോക്ടറിന്റെ കെയറിൽ ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ധാരാളം ഉണ്ട്. ഇന്ന് കേരളത്തിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകളുണ്ട്, സർജിക്കൽ ഓങ്കോളജിസ്റ്റുകളുണ്ട്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകളുണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ ഫിസിഷ്യൻസ് ഉണ്ട്, പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. വി ഹാവ് സോ മെനി കേപ്പബിൾ ഡോക്ടേഴ്സ് ഈ നാട്ടില്. അവരുടെ കെയറിൽ ഈ സൈഡ് എഫക്ട്സ് വന്നാലും അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ സ്ത്രീകൾ ഒട്ടുമിക്കവരും രോഗം മാറുമ്പോൾ ബാക്ക് ടു നോർമൽ ലൈഫിലാകുന്നുണ്ട്. അവർ ജോലിക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, പേടിക്കണ്ട. കാരണം പലരും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ ഈ രോഗം വന്ന് സാധാരണ ജീവിതം നയിക്കുന്നവരെ നമ്മൾ അറിയുന്ന പോലും ഇല്ല. ബിക്കോസ് അവർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടില്ല. അവർ ട്രീറ്റ്മെന്റ് എടുത്തു, പിന്നെ ബിക്കേം നോർമൽ. നമ്മുടെ കൂടെ കോളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ടി വിയിൽ വരുന്നു, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇത് നമ്മളെ ഫിസിക്കലിയും ട്രാൻസ്ഫോം ചെയ്യും. ഈ ഒരു ട്രീറ്റ്മെന്റിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, when we go through this treatment, it's going, we are physically transforming ourselves also. We lose a breast. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളെന്നല്ല, പക്ഷേ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ്. You are hitting the right question actually. So what I'm coming to is that it doesn't, even though it's physical in many terms, it's also psychological. It's also emotional. അപ്പോൾ what do you suggest? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വരാണ്, ഈ വിഷമം കൊണ്ട് വരാണ്, that I can't wear my favorite sari anymore, my favorite blouse anymore because my body doesn't support it. അതിന്
അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. സ്ത്രീകൾ തന്നെ അതിനെല്ലാം സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിറ്റഡ് നോക്കേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് യു ക്യാൻ അറ്റാച്ച്, യു ക്യാൻ ക്രിയേറ്റ് ബ്രാ ഫില്ലേഴ്സ് ആയിട്ട് വെക്കുക. സോ സ്ത്രീകൾ തന്നെ, ക്യാൻസർ വന്ന രോഗികൾ തന്നെ കൂട്ടായ്മയായിട്ട് വന്നിട്ട് അവർക്ക് വാഷബിൾ മെറ്റീരിയൽസ് വെച്ച് അവർ തന്നെ നിറ്റ് ചെയ്യുന്ന നിറ്റഡ് നോക്കേഴ്സ് അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ. KNITTED നിറ്റഡ് നോക്കേഴ്സ്. ഈ കേരളത്തിൽ പോലും സ്ത്രീകൾ കൂട്ടായ്മയായിട്ട് പേഷ്യൻസ് വന്നവർ ഒരുമിച്ചിരുന്ന് അവർ തുന്നി മറ്റു പേഷ്യൻസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. നിറ്റഡ് നോക്കേഴ്സ്. എനിവേ അതൊരു എക്സാമ്പിൾ. പക്ഷെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനൊരു തിക്താനുഭവം ഉണ്ട്, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെയാണ് അൺഫോർച്ചുനേറ്റ് എനിക്ക് ഒത്തിരി കഥകൾ പറയാൻ സാധിക്കും നോയില. സ്ത്രീകൾക്ക്, ചെറുപ്പക്കാര് അവർക്ക് ഫാമിലിയിൽ നിന്ന് പഴി കേൾക്കുകയും മറ്റ് വർക്കേഴ്സ്, കൊളീഗ്സ്, ബോസസിന്റെ അടുത്ത് നിന്ന് പഴി കേൾക്കുന്നത് അൺബിലീവബിൾ. ഈ അടുത്തിടെ ഒരു സ്ത്രീ വന്നതിനടുത്ത് ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അവരുടെ ബോസ് അവരുടെ അടുത്ത് നെഗറ്റീവായിട്ട് സംസാരിച്ചു. സോ നമ്മുടെ സൊസൈറ്റി ഇവിടെയാണ് സെൻസിറ്റീവ് ആകേണ്ടത്. സൊസൈറ്റി, നമ്മുടെ ഫാമിലീസ് സ്ത്രീകളെ കരുതണം. അവര് ചോയ്സോടുകൂടി തിരഞ്ഞെടുത്തല്ലോ എനിക്ക് ഇന്ന് ക്യാൻസർ വേണം, ബ്രസ്റ്റ് ക്യാൻസർ വേണം. ജസ്റ്റ് റാൻഡംലി അവർക്ക് വരാം, ആർക്ക് വേണേലും വരാം. സോ സെൻസിറ്റീവായിട്ട് എംപത്തി വേണം, അവരോട് കരുതൽ വേണം, അവരെ കരുതണം. അവർക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ ഈ പറഞ്ഞ കേസിൽ അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ ബോസ് അവരോട് ഇച്ചിരി അനുകമ്പയോട് പെരുമാറിയാൽ നല്ലതാ, പക്ഷെ ചെയ്യില്ല. വേറൊരു ഒത്തിരി വളരെ കഥകൾ പറയുന്നത്. വേറൊരു യങ് ലേഡി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അവരുടെ ബോസ് പറയുന്നത് ഹി സ്ക്രീംസ് അറ്റ് ഹർ ആൻഡ് സേ നിങ്ങൾക്ക് രോഗമായതുകൊണ്ട് എൻ്റെ ഒരു എക്സ്ട്രാ അനുകമ്പയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ക്രീം ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ ഡോക്ടർ സീറ്റിലിരുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. Heart breaking. Angante, what are other things that you hear which we can't? Families, mother-in-laws, it's so unfortunate. കൊച്ചു മക്കൾ വന്നിട്ട് പറയുന്നു എൻ്റെ എൻ്റെ ഗ്രാൻഡ് മദർ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ നല്ല തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ വന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് എന്ത് പറയാൻ? വെരി വെരി ചാലഞ്ചിങ്. സോ നമ്മുടെ സൊസൈറ്റി, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെ പറയാനുള്ളത്, നിങ്ങൾക്കൊരു സിസ്റ്റർഹുഡ് ഉണ്ട്, തുല്യ ദുഃഖിതരുണ്ട്, സിസ്റ്റർഹുഡ് ഉണ്ട്. അത് പല സൊസൈറ്റീസ് ആകാം, ഇന്ന് അത് അങ്ങനെയുള്ള പല അവൈലബിൾ ആണ്. നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുക. ക്യാൻസർ വന്ന ആളുകൾ, അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ വന്ന ആളുകൾ നാണിക്കാതെ ധൈര്യത്തോടുകൂടി വോയിസ് ഔട്ട് ചെയ്യുക. ഐ ഹാഡ് ദിസ് ക്യാൻസർ, ഞാൻ ഇതിനെ കോൺക്വർ ചെയ്തു, ഞാൻ ഇത് ഡിസ്പൈറ്റ് ദാറ്റ് ഐ എം ലിവിങ് സക്സസ്ഫുള്ളി എന്ന് പറയുക, പ്രൗഡായിട്ട് പറയുക. അത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഗ്രൂപ്പ്സ് ഉണ്ട്. സെക്ഷുവൽ ഹെൽത്ത് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ. എൻ്റെ അടുത്ത് ചില ആളുകൾ എന്ന് പറയും ഡോക്ടറെ സെക്ഷുവൽ ഹെൽത്ത് ലിബിഡോ ഇല്ല, വെരി ചാലഞ്ചിങ്. പക്ഷെ അത് പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലിബറേഷൻ. അത് പറയുക എന്നുള്ളത്. അപ്പൊ അത് പലരും പറയാൻ പറ്റുന്നില്ല, സ്വാതന്ത്ര്യം ഇല്ല. അപ്പം എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ സ്ത്രീയും കൂടെ വന്ന് ചോദിച്ചത്, ഡോക്ടർ ഇതുവരെ അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ സെക്ഷൻ, നമുക്കിവിടെ ഒരു ടാബു ആയതുകൊണ്ട് ഞാൻ പ്രൊആക്റ്റീവായിട്ട് ചോദിച്ചിട്ടുന്നില്ല. ഡോക്ടർ എന്താ അത് ചോദിക്കാത്തത്? അപ്പോഴേ ഞാൻ ചോദിച്ചത് അതൊരു ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നല്ലോ, ഡോക്ടർ ചോദിക്കാത്തതുകൊണ്ട് പറഞ്ഞില്ല. ക്യാൻ യു ഹെൽപ്പ് അസ്? അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വായിച്ചു, ഞാൻ അവർക്ക് കുറച്ച് ഗൈഡൻസ് കൊടുത്തു, ഒരു കൗൺസിലിംഗ് കൊടുത്തു. ബട്ട് ഇവിടെ ഇന്നും നമുക്ക് അതിനുള്ള റിസോഴ്സസ് കുറവാണ്. ബട്ട് ദീസ് ആർ ഓൾ റിയൽ ചാലഞ്ചസ്. നമ്മൾ എംപത്തി, അനുകമ്പ ഉണ്ടാകുക, കരുതൽ ഉണ്ടാകുക അവരുടെ രോഗികളുടെ അടുത്ത്. പിന്നെ പേഷ്യൻസ് വന്ന ആളുകൾ ധൈര്യത്തോടു കൂടി മുന്നിൽ നിന്ന് പറയും എനിക്ക് രോഗം വന്നു, കുഴപ്പമില്ല, ഞാനത് ഓവർകം ചെയ്തു. ബ്രസ്റ്റ് ക്യാൻസറും ഇപ്പോൾ ഒരു ടാബു ആണല്ലേ? much better now than it was before. But ഇന്നും കുറെ ആളുകൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരുടെ അവരെ അതിനെ ബ്ലെയിം ചെയ്യുമല്ല. എവരിബഡി ഹാസ് വൺ റീസൺ. കാരണം പലപ്പോഴും നമ്മുടെ സൊസൈറ്റി ഒരു രോഗിയെ അടുത്ത് കാണിക്കുന്നതും നെഗറ്റീവായിട്ടാണ്. എൻ്റെ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ടീച്ചർ വന്ന് ചോദിക്കുന്നത്, ഡോക്ടറെ എനിക്ക് രോഗം വന്നത് മുടി പോകാതെ കീമോ ചെയ്യണം, അവർക്ക് മുടി പോയില്ല ഭാഗ്യത്തിന്, അല്ലാതെ ചെയ്യാൻ പറ്റി, എനിക്ക് സക്സസ്ഫുള്ളി മുടി പോകാതെ കീമോ ചെയ്യാൻ പറ്റി. അപ്പോൾ അവർക്ക് മുടി പോകാൻ അവർക്ക് യാതൊരു രീതിയിൽ സംഭവം, അവർ സ്കൂളിൽ പഠിപ്പിക്കുക, ടീച്ചറാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ള പുരുഷന്മാർ ചോദിക്കും, അയ്യോടാ രോഗമല്ല, ഇനി എത്ര നാളുണ്ട്, സ്റ്റേജ് ഏതാ, എന്നത്തേക്ക്, എത്ര നാളെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. So you wouldn't believe this. Actually എൻ്റെ സീറ്റിലിരിക്കുമ്പോൾ കേൾക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. You would be surprised. പലപ്പോഴും ഞാൻ വണ്ടർ അടിച്ച് ഇരിക്കാറുണ്ട്, ഇതൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ആളുകൾ. So these are all reality unfortunately. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകുക, കരുതൽ ഉണ്ടാകുക, എംപത്തൈസ് ചെയ്യുക. പിന്നെ സ്ത്രീകൾ, നിങ്ങൾ ഒരു ഷീൽഡ് വെക്കുക, എല്ലാം ഒന്നും എടുക്കണ്ട. കുറെയൊക്കെ ഒരു ചെവിലൂടെ കേട്ട് മറ്റേ ചെവിലൂടെ വിടുക. കോപ്പിംഗ് മെക്കാനിസംസ് ട്രൈ ചെയ്യുക. കൗൺസിലിംഗ് ആവശ്യമുള്ളപ്പോൾ കൗൺസിലിംഗ് സീക്ക് ചെയ്യുക. സോ യു ക്യാൻ ഫൈറ്റ് ദിസ്.
ഡിറ്റക്ഷൻ തൊട്ട് ട്രീറ്റ്മെന്റ് വരെ ഇറ്റ്സ് എ ലോങ് ജേർണി. ഇറ്റ്സ് നോട്ട് ലൈക്ക് today we found out about it, tomorrow we are treating it, day after we are okay. Angane allalo, it's a long journey is what I've been told. So how much time, I know it's a stupid question, but how much time can one get better in or get completely cure in? 2 years, 3 years, 5 Good question. years? But before I get to the answer, ആ ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അത് ആക്ച്വലി പേഷ്യൻസിനും എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഗുണമാണ്. നോയില പറഞ്ഞു, ഐ നോ ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു, ഒരു ഫ്രേസ്. ദർ ആർ നോ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്. ഒരു പ്രശസ്തമായ ഒരു സെയിങ് ഉണ്ട്, ദ only stupid question is the one that is not asked. ചോദിക്കാത്ത ചോദ്യമാണ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണെന്നോ അല്ലെങ്കിൽ ഡോക്ടർ എന്ത് വിചാരിക്കുമോ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാം ചോദിക്കണം. അതെ, ഞാനിത് ഇതിന്റെ ആൻസർ എനിക്ക് അറിയാം, ആസ് ഇൻ I know what can be the answer to it, because it depends on a person's stage endana, how complex it is. പക്ഷേ you have a lot more experience and you've seen a lot more patients. But the fact of the matter is, breast cancer vannal you are always living with that thought in mind and you are under follow up for a long time. Curative treatment cure ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സയാണെങ്കിൽ പൊതുവെ ഒരു 6 months ഒക്കെയാണ് ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈം സ്പാൻ. 6 months of intensive therapy കാണും പൊതുവെ. ചില ആൾക്കാർക്ക് അത്രയും പോലും വേണ്ടി വരില്ല, 1 മാസം മതിയാകും, ബാക്കി ഗുളിക കഴിച്ചാൽ മതിയാകും കുറച്ചധികം നാള്. ചില ആൾക്കാർക്ക് ഒരു 1 year വേണ്ടി വരുമായിരിക്കാം ക്യൂറേറ്റീവ്. പിന്നെ സ്റ്റേജ് 4 ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, സ്റ്റേജ് 4 മെറ്റസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ പടർന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ ദെൻ അതൊരു ഇൻഡെഫിനിറ്റ് ട്രീറ്റ്മെന്റ്. പക്ഷേ എന്ത് പറഞ്ഞാലും ക്യാൻസർ വന്നു ദെൻ ഫോളോ അപ്പ് ആവശ്യമാണ്, ഒരുവിധം ലൈഫ് ലോങ്. കാരണം ഇതിനൊരു പ്രത്യേകതയുണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിന് കുറച്ച് ഡിലേഡ് ആയിട്ട് റിക്കറൻസ് വരാം. ഞാൻ ആദ്യം പറഞ്ഞു ഒരു 85-90% ആൾക്കാർക്ക് ക്യൂർ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 10% ആൾക്കാർക്ക് ഇത് തിരിച്ചു വരും എന്നാണല്ലോ അതിന്റെ മറുവശം. ആ 10% ആൾക്കാർക്ക് ഇത് തിരിച്ചു വരുവാണെങ്കിൽ ചില ആൾക്കാർക്ക് ഉടനെ തന്നെ വരാം, ചില ആൾക്കാർക്ക് 2 വർഷം കഴിഞ്ഞ് വരാം, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കുറച്ച് ഡിലേഡ് ആയിട്ട് വരാം. അപ്പൊ അതൊന്ന് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെയുള്ളത്. പിന്നെ അതിന്റെ മറുവശം ട്രീറ്റ്മെന്റിന് കുറെ അഡ്വാൻസ്മെന്റ്സ് വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. കാരണം ഡോക്ടറിനും ഈ പേഷ്യന്റിന്റെ മുമ്പിലിരിക്കുന്ന പേഷ്യന്റിന്റെ ചരിത്രം മുഴുവൻ വായിച്ചു നോക്കി ഒന്നുകൂടെ റീകളക്ട് ചെയ്തിട്ട് ഓക്കെ ഇതിനെ സംബന്ധിച്ച് ഇന്ന് എന്ത് അഡ്വാൻസ്മെന്റ് വന്നു, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, പുതിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണോ, പുതിയ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണോ എന്നുള്ളത് റീവിസിറ്റ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ 2 ഗുണങ്ങളുണ്ട്. ഇപ്പോൾ പേഷ്യന്റ് മാത്രമല്ല ഇതിനെ ഓവർകം ചെയ്യുന്നത്, അവരുടെ കൂടെയുള്ള ഫാമിലി കെയർ ഗിവേഴ്സ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. How should the families prepare to overcome this with them together? Support ചെയ്യുക, ask the right questions. Okay, but there are no stupid questions. There are no ask questions. Right questions nalla, stupid questions illa. Ask questions. Thank you, adu njan clarify ചെയ്യാം. Right questions alla, ask questions. അതിനകത്ത് തെറ്റ് ക്വസ്റ്റ്യൻസ് കാണും, റോങ് ക്വസ്റ്റ്യൻസ് കാണും, നല്ല ക്വസ്റ്റ്യൻസ് കാണും, ഡസന്റ് മാറ്റർ. ആസ്ക് ക്വസ്റ്റ്യൻസ്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഇനി ചോദിച്ചാൽ മറുപടി തരാൻ കഴിവില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോകരുത്. ചോദിച്ചാൽ ഉത്തരം തരാൻ കഴിയണം, ഡോക്ടർ ആണെങ്കിൽ ഉത്തരം തരണം. ഇനി ഡോക്ടർ ആണ് ഉത്തരം തരാൻ കഴിവില്ല, സമയമില്ല, പല ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിന് ഉത്തരം കൊടുക്കാൻ സമയമില്ല, ബിക്കോസ് ദേ ആർ സീയിങ് സോ മെനി പേഷ്യൻസ്. ഉത്തരം കഴിയാൻ സമയമുള്ള ഒരു ഡോക്ടറിനെ പോയി കാണുക. ഇനി അതും അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് പല ഇൻഫർമേഷനും. നല്ല വെബ്സൈറ്റുകളിൽ ധാരാളം ഉണ്ട്. cancer.net ഉണ്ട്. ഞാൻ തുടങ്ങിയൊരു വെബ്സൈറ്റ് ഉണ്ട് മലയാളം ലാംഗ്വേജിൽ, myihope.com, myihope.com. മൈ ഐ ഹോപ്പ്, ഐ ഹോപ്പിന്റെ അർത്ഥം ഐ ഫോർ ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ് ത്രൂ പേഷ്യന്റ് എംപവർമെന്റ്. ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ് ത്രൂ പേഷ്യന്റ് എംപവർമെന്റ്. പേഷ്യന്റിനെ എംപവർ ചെയ്യുക, അവർക്ക് പവർ കൊടുക്കുക, അതിലൂടെ ഹെൽത്ത് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുക. സോ വി ഹാവ് ജസ്റ്റ് ലോഞ്ച്ഡ് ഇറ്റ്. ഇറ്റ്സ് കോൾഡ് myihope.com. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറോ ഏത് ക്യാൻസർ എടുത്തോ എല്ലാ ക്യാൻസറിനെ പറ്റിയും മലയാളത്തിൽ എഴുതി വായിക്കാം, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എല്ലാം ഉണ്ട്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. പല രോഗികൾക്കും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈമോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ അവർക്ക് വായിച്ചു മനസ്സിലാക്കാൻ ഒരു റിസോഴ്സ്. Doctors are rare, becoming rare. You were saying you want to take over these people's jobs. I was just half joking. Because അത് ചില സമയത്ത് എനിക്ക് അണ്ടർ സ്ട്രെസ്, ഇത് ഇച്ചിരി എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ ഈ ഡേ ഇൻ ഡേ ഔട്ട് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ചില മൊമെന്റ്സിൽ ഞാൻ വിചാരിക്കും റിട്ടയർ ചെയ്ത് വേറെ എന്തെങ്കിലും പണി ചെയ്താലോ എന്നുള്ളത് ചിലപ്പോൾ വിചാരിക്കും.
പക്ഷെങ്കിൽ ഇതൊരു കരിയറോ അല്ലെങ്കിൽ ഒരു ജോബായിട്ടോ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊരു Calling ആണ്. കോളിംഗ്. അതുകൊണ്ട് ഐ ഫൈൻഡ് മീനിങ് ഇൻ ഇറ്റ്. Yeah. എത്ര മീനിങ് ഉണ്ടെന്ന് പറഞ്ഞാലും ദർ ആർ സർട്ടൻ ഡേയ്സ് Days. നമുക്ക് മനസ്സ് ഡൗൺ ആകും. അതെ അതെ അത് അതെ. ഞാൻ ഹാഫ് ജോക്കിംഗ്ലി അതെ, പറഞ്ഞതാ. of course. ബട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഡോക്ടറായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എൻ്റെ പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഏകദേശം പഠിപ്പിക്കുന്നതിന് പഠിപ്പിക്കൽ, തുല്യമാണ്. അല്ല ഒരു ഫോർമൽ സെറ്റിംഗില് ഫോർമൽ സെറ്റിംഗ്. കുട്ടികളെ Oh, very പഠിപ്പിക്കാൻ. much. I love teaching. In fact, I was the teacher of the year in the US in my university, Oh. nominated by students. Oh, nice. So I love teaching. I Okay. love mentoring. Mentor ചെയ്യാൻ ഇഷ്ടമാണ്. ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് മെന്റർ ചെയ്യുന്നത്. Okay.